ദീനീ സ്നേഹികളായ സഹോദരങ്ങളും നമ്മുടെ വേദിയിൽ ആസനസ്ഥരാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകരെ, നേതാക്കളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ആദർശ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും ആ പ്രസ്ഥാനവുമായി ആത്മബന്ധവും ആ പ്രസ്ഥാനത്തിന്റെ ഗുണം അനുഭവിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചവരാണ് എല്ലാവരും. അതിന്റെ ചലിക്കുന്ന ഒരു ക്രിയാത്മക സംഘടന എന്ന രീതിയിൽ 1989 മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമായ ഒരു നാമമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന SKSSF. സമസ്തയുടെ പന്താവിൽ ഈ ജനസമൂഹത്തെ വളരെയധികം ബോധവൽക്കരണം നടത്തുകയും ക്രിയാത്മക പ്രവർത്തനത്തിലൂടെ സുസജ്ജരാക്കുകയും ചെയ്യുക എന്ന ദൌത്യമാണ് ഈ പ്രസ്ഥാനം വർഷങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദഅവാ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളുമൊക്കെ നമുക്ക് വളരെ കൃത്യമായി വിക്കായയിലൂടെയും അതുപോലെ തന്നെ സഹചാരിയിലൂടെയും ഇബാദിലൂടെയും അതുപോലെയുള്ള അതിന്റെ സാംസ്കാരിക മുഖങ്ങളിലൂടെയും കാണാൻ അവസരമുണ്ടായതുകൊണ്ട് തന്നെ പരത്തി പറയാതെ കേരളീയ ജനത അതിനെ വളരെ വ്യക്തമായി നെഞ്ചേറ്റിയിട്ടുണ്ട്. ഇക്കാലം അത്രയും നമ്മുടെ സമൂഹത്തിൽ ആ സംഘടന ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് എന്റെ മുന്നിലുള്ളവർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എടുത്തു നീക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ജീവിതവുമായി അഭേദ്യ ബന്ധമുള്ള ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മഹത്തുക്കളായ നായകന്മാർ, അതിന്റെ പ്രസിഡന്റ് പോലും ഈ ജില്ലയിലാണുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. നേരത്തെ നമ്മുടെ പ്രസിഡന്റായിരുന്ന കോയക്കുട്ടി ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, അദ്ദേഹവും ഈ ജില്ലക്കാരനായിരുന്നു. ഇപ്പോഴുള്ള പ്രസിഡന്റ് AP മുഹമ്മദ് മുസ്ലിയാർ രോഗിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അങ്ങനെയുള്ള മഹത്തുക്കളുടെ സാന്നിധ്യമുള്ള ഒരു ജില്ലയിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന ബോധത്തോടുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്തേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം കൂടുതൽ പറയുന്നില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളക്കരയിൽ ഇന്ന് മതവിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ സംഘടന ജനങ്ങൾക്ക് സുപരിചിതമായി മാറിയിരിക്കുന്നു എന്ന കാര്യം തർക്കമറ്റ വിഷയമാണ്. അതിന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ പ്രയാണത്തിലും ഗൗരവതരമായ പങ്കുവഹിക്കുന്ന ഈ കുമരനല്ലൂരിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പണം ചെയ്യുക എന്നതാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൌത്യം. അതുകൊണ്ട് ഞാൻ അതിന്റെ പരിധിയിൽ മാത്രം നിന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ ജാജ്വല്യമാനമായ ഒരു മുഖമാണ് നിങ്ങളുടെ മുമ്പിൽ വളരെ അവതരിപ്പിച്ചത്. ഈ ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നിയമമാക്കി തന്ന നമ്മുടെ ജീവിത പദ്ധതിയാണ്. മുസ്ലിം സമൂഹത്തിന്റെ ജീവിത പദ്ധതിയാണ്. ആ ജീവിത പദ്ധതിക്ക് രാജ്യത്തിന്റെ അതിർവരമ്പില്ല, ഭാഷയുടെ അതിർവരമ്പില്ല, ജാതിയുടെയോ വർഗത്തിന്റെയോ ഒന്നും അതിർവരമ്പില്ല. നമ്മുടെ രാജ്യത്ത് പല ജാതി മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ പലതരത്തിലുള്ള കുർദുകൾ, അതുപോലെ തന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മുസ്ലിങ്ങളെ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഏത് രാജ്യത്ത് എവിടെ ജീവിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമാണെങ്കിലും ശരി, അവന്റെ ജീവിത പദ്ധതി ഇസ്ലാമിക ശരീഅത്താണ്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ പലരും തെറ്റിദ്ധരിച്ചതുപോലെ ശരീഅത്ത് നിയമം മാറ്റുക എന്ന ഒരു സംഭവം ഇല്ല, അത് ഉണ്ടാകില്ല, സാധ്യവുമല്ല. കാരണം അത് നമ്മൾ തന്നെ വിചാരിച്ചാൽ, മുസ്ലിങ്ങൾ പോലും വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഇസ്ലാമിക ശരീഅത്ത് മാറ്റുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കാൻ വളരെ കൃത്യമായ അവകാശം നൽകുന്ന മുഹമ്മദൻ ലോ, അതല്ലെങ്കിൽ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണക്രമത്തിന്റെ ഭാഗമായി ഇവിടെ അംഗീകരിക്കപ്പെട്ട ഒരു നിയമമുണ്ട്. ആ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ നിയമം രാജ്യത്തെ മാറ്റാൻ ഒരുപക്ഷെ ഒരു ഭരണകൂടം ശ്രമിച്ചാൽ പെട്ടെന്നൊന്നും കഴിയില്ലെങ്കിലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അലഹബാദ് കോടതി ഇന്ന് ഒരു ശ്രദ്ധേയമായ വിധി പുറപ്പെടുവിച്ചു എന്നറിയാൻ കഴിയും. അലഹബാദ് കോടതി പറയുന്നത് മുത്തലാഖ് നിരോധിക്കണം എന്നാണ്. ഞാൻ ആ വിധിയുടെ ഡീറ്റെയിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ആ വിധിയും അതിന്റെ പകർപ്പുമൊക്കെ വായിച്ചതിന്റെ ശേഷമേ അതേക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റൂ. ഒറ്റയടിക്ക് വിധിയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് മുത്തലാഖ് പാടില്ല, അത് നിരോധിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കോടതികൾ പോലും പരിധി ലംഘിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഈ രാജ്യത്തെ കോടതികൾക്ക് കൃത്യമായ മാനദണ്ഡവും മാർഗരേഖയുമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോടതിയും ചിന്തിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കോടതികൾ പോലും ചിന്തിക്കുന്ന വിഷയം സത്യത്തിൽ ഭരണഘടനക്കും സാമൂഹ്യ താൽപര്യത്തിനും വിരുദ്ധമാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്.
അബ്ബാസ് മദാഹിരി നമ്മുടെ വേദിയിലേക്ക് വരും. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തകരും നേതാക്കളും നിർഭരമായ ഒരു വേദിയിൽ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത്, രാജ്യത്ത് ഏത് മതവിഭാഗത്തിനും അവന്റെ ദർശനമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ രാജ്യത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. ആ നൽകപ്പെട്ട അവകാശം നിലനിർത്തുന്ന ഭരണഘടനാ രീതിക്കാണ് നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത്. ഈ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതിന്റെ ശരിയായ അർത്ഥം നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ വിചക്ഷണന്മാർ എഴുതി വെച്ചത് പരിശോധിച്ചാൽ, നമ്മുടെ ഭരണഘടനയോ ഭരണകൂടമോ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന ഒരു രാജ്യം, മതമുള്ളവനും ഇല്ലാത്തവനും ഏത് മതക്കാരനാണെങ്കിലും ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അവന് തുല്യ പരിഗണനയാണ് നിയമത്തിന് മുമ്പിൽ. അതാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത. ആ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് എല്ലാ മതക്കാർക്കും വേറിട്ട് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഭരണഘടന ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ബഹുമത രാജ്യമായതുകൊണ്ട് തന്നെ അടിസ്ഥാന അവകാശം എന്ന് പറയുന്ന മൗലിക അവകാശം, അതല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ചില അവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് കൃത്യമായി ഭരണഘടനയിൽ എഴുതി വെച്ചു. നിങ്ങൾ നമ്മുടെ ഭരണഘടന പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ രാജ്യത്തെ ഭരണഘടനാപരമായി ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഒരിക്കലും നിഷേധിച്ചുകൂടാത്ത ചില നിയമങ്ങളുണ്ട്. അതിനാണ് ഫണ്ടമെന്റൽ അഥവാ മൗലികം എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 25-ാം വകുപ്പ്. 25 മുതൽ 29 വരെ വകുപ്പ് അതിൽപ്പെട്ടതാണ്. 25-ാം വകുപ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത്, ഈ രാജ്യത്ത് ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ബുദ്ധനാകട്ടെ, ജൈനനാകട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, ആരാണെങ്കിലും ശരി അവന് മുഴുവൻ ആശ്വാസം പകരുന്ന ഒരു വചനമാണ് 25-ാം വകുപ്പ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും 4 അവകാശങ്ങളാണ് അവിടെ വകവെച്ചു കൊടുക്കുന്നത്. 4 അവകാശങ്ങൾ വകവെക്കുന്ന വകുപ്പാണ് ശരിക്കും 25-ാം വകുപ്പ്. ഈ 4 അവകാശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ, അവന്റെ മനസാക്ഷിക്ക് ഇണങ്ങുന്ന ഒരു വിശ്വാസം അവന് തെരഞ്ഞെടുക്കാം. അത് തെരഞ്ഞെടുത്തതിനു ശേഷം അതവന് വിശ്വസിക്കാം, അനുഷ്ഠിക്കാം, പ്രചരിപ്പിക്കാം. ഈ 4 പോയിന്റ്സ് ഉൾക്കൊള്ളുന്ന കൃത്യമായ ഒരു ഭരണഘടനാ വചനമാണ് 25-ാം വകുപ്പിൽ എഴുതി ചേർത്തത്. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. യുടെ 25-ാം വകുപ്പിൽ പറയുന്ന ആദ്യത്തെ വാചകം തന്നെ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസാക്ഷിക്കനുസരിച്ചുള്ള ഒരു സ്വാതന്ത്ര്യം വിശ്വസിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഏത് മതം തെരഞ്ഞെടുക്കണമെങ്കിലും അതിനുള്ള അവകാശം ഭരണഘടന 25-ാം വകുപ്പിൽ നൽകിയിട്ടുണ്ട്. വിശ്വാസം തെരഞ്ഞെടുക്കാമെന്ന് മാത്രമല്ല, തെരഞ്ഞെടുത്ത വിശ്വാസത്തെക്കുറിച്ച് പിന്നീട് അടുത്ത വചനം പറയുന്നു, ആൻഡ് ദ റൈറ്റ്, അവന് കൃത്യമായ അവകാശമുണ്ട്. അവകാശം എന്നാണ് ഉപയോഗിച്ച പദം. ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ്, പ്രോപ്പഗേറ്റ് റിലീജിയൻ. അവൻ തെരഞ്ഞെടുത്ത റിലീജിയൻ, തെരഞ്ഞെടുത്ത മതം സ്വതന്ത്രമായി വിശ്വസിക്കാനും അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഭരണഘടന പറയുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയുടെ 25-ാം വകുപ്പാണ്. 25-ാം വകുപ്പിന് ചില പ്രത്യേകതകളുണ്ട്. 25-ാം വകുപ്പിന്റെ പ്രത്യേകത ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അടിസ്ഥാനാവകാശമാണ്, ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. 2, ഈ അവകാശം അഥവാ നിഷേധിച്ചാൽ കോടതിയിൽ ചെന്നാൽ അത് പുനഃസ്ഥാപിച്ചു കിട്ടും. 3, ഭരണഘടനയുടെ വ്യാഖ്യാനത്തിൽ ഇതിനെ പറയുന്നു, the Article 25 is one of the pillars of the Constitution, one of the pillars of fundamental right guaranteed by the Constitution എന്നാണ് വാചകം. എന്താണ് വാചകത്തിന്റെ അർത്ഥം? നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആകുന്ന അടിസ്ഥാനാവകാശത്തിന്റെ ഒരു തൂണാകുന്നു 25-ാം വകുപ്പ്. അതിന്റെ അർത്ഥം തൂണ് തകർന്നാൽ ഭരണഘടന തകരും. വൺ ഓഫ് ദ പില്ലേഴ്സ്, തൂണുകളിൽപ്പെട്ട ഒരു തൂണാണ്. ഈ സ്റ്റേജിന്റെ ഒരു തൂണ് പൊട്ടിയാൽ സ്റ്റേജ് മറിയും. ബാക്കിയുള്ള തൂണുകൾ കൊണ്ട് പിടിച്ചു നിർത്താൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ തൂണാകുന്ന 25-ാം വകുപ്പ് എന്ന് വിവക്ഷിക്കപ്പെട്ട ആ വകുപ്പിൽ പറഞ്ഞ മതസ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അത് മുസ്ലിമിന് മാത്രമല്ല, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ബാധകം. അത്തരമൊരു രാജ്യത്ത് എങ്ങനെയാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത്? അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നവർ പറയുന്നത് അത് ഭരണഘടനയിലുണ്ടല്ലോ എന്നാണ്. ഭരണഘടനയിലുണ്ട് എന്നത് ഞാൻ അംഗീകരിച്ചു. ഭരണഘടനയുടെ 44-ാം വകുപ്പാണത്.
നമ്മുടെ ഭരണഘടനയുടെ 44-ാം വകുപ്പിൽ ഇക്കാര്യം പറയുന്നുണ്ട് എന്ന് സത്യമാണ്, അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഭരണഘടനയുടെ 44-ാം വകുപ്പ് പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തെയും ജനങ്ങൾക്ക് ഒരു ഭരണക്രമം അഥവാ ഒരു നിയമം സിവിലായി കൊണ്ടുവരാൻ ഈ രാജ്യം പരിശ്രമിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കലും ഭരണഘടനയുടെ തത്വത്തോട് യോജിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ 25-ാം വകുപ്പ് മുതൽ 29 വകുപ്പ് വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ് പോലത്തെ ഒരു വകുപ്പായി ഇത് ഉൾപ്പെട്ടില്ല. സത്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു നിയമം എന്ന് നല്ലൊരു ആശയമാണ്. നല്ല ഒരു ആശയമായ കാര്യം എന്തുകൊണ്ട് അടിസ്ഥാനാവകാശത്തിൽ ഉൾപ്പെട്ടില്ല? അതെന്തുകൊണ്ട് മാർഗരേഖയായി? അത് മാർഗരേഖയായി വരാനുണ്ടായ കാരണം ഭരണഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. 948 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയാകുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി യോഗം ചേരുമ്പോ ആദ്യമായി ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് M.R. മസാനി എന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മെമ്പറാണ്. M.R. മസാനി പറഞ്ഞു, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു കോഡ് കൊണ്ടുവരണം. ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ആ കോഡ് ഏതായിരിക്കും? എന്തായിരിക്കും ആ കോഡ്? ഇപ്പൊ നമുക്ക് കോഡ് എന്ന് പറയുമ്പോൾ നിയമമാണല്ലോ, യൂണിഫോം എന്ന് പറഞ്ഞാൽ ഏകീകൃതമാണല്ലോ. ഏകീകൃതം എന്ന് പറയുമ്പോൾ ഒരു ഐക്യത, നമ്മൾ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ പണ്ഡിതന്മാരൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു യൂണിഫോമാണ് വെള്ള വസ്ത്രം. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നിൽക്കുന്നതെങ്കിൽ അവർ കാക്കി വസ്ത്രം ധരിക്കുമ്പോൾ യൂണിഫോമാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ യൂണിഫോം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇന്നതാണ് യൂണിഫോം. അതുകൊണ്ട് തന്നെ M.R. മസാനിയോട് ചോദിച്ചു, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഏതാണ് ഈ കോഡ്? എല്ലാവർക്കും ബാധകമായ കോഡ് നിയമം ഏതാണ്? ഏതാണ് ആ നിയമം എന്ന ചോദ്യത്തിന് ആർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം തള്ളിപ്പോയി. ആ തള്ളിപ്പോയ അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് മീറ്റിംഗ് ചേർന്നപ്പോൾ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റിംഗ് ചേർന്നപ്പോൾ ചില വർഗീയ ശക്തികൾ ഇന്ത്യയുടെ സംസ്കാരം ഫാസിസ്റ്റ് സംസ്കാരമാണെന്ന് പണ്ടേ പറയുകയും ഇന്ത്യ വിഭജിക്കാൻ പോലും കാരണമായ തരത്തിൽ ഇന്ത്യയുടെ സംസ്കാരം ഒരു പ്രത്യേക മതസംസ്കാരമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത് പ്രചരിപ്പിച്ച് ഗൗരവതരമായി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വാദിച്ച് മുസ്ലിം മെമ്പർമാരെ മറികടന്നുകൊണ്ട്, എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഈ വകുപ്പ് അതിൽ എഴുതി ചേർത്തു. അന്നത് 35-ാം വകുപ്പാണ്. ആ വകുപ്പാണ് പിന്നെ 44 എന്ന പേരിൽ പിന്നെ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഭരണഘടനയിലായത്. ഞാൻ പറഞ്ഞു വന്നത് 44-ാം വകുപ്പ് ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. കായികമിലക്ക് മുഹമ്മദ് ഉസ്മാനി സാഹിബിനെ പോലുള്ള ആളുകൾ ശക്തമായി എതിർത്തു. അവർ എതിർത്തുകൊണ്ട് ഒരു ഉപവകുപ്പ് കൂടി കൂട്ടിച്ചേർക്കണം എന്ന് പോലും പറഞ്ഞു. ഭരണഘടനയിൽ ഒരു ഉപവകുപ്പ് ചേർക്കേണ്ട വാചകം വരെ അവർ എഴുതി വെച്ചു. അവർ കൃത്യമായി പറഞ്ഞു, പേഴ്സണൽ ലോ ഷാൽ നോട്ട് ബി ചേഞ്ച് എക്സെപ്റ്റ്. അവർ പറയുന്ന വാചകം വളരെ കൃത്യമാണ്, പേഴ്സണൽ ലോ ഷാൽ നോട്ട് ബി ചേഞ്ച് എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഈ സമുദായത്തിന്റെ പ്രീവിയസ് അപ്രൂവൽ, മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങാതെ രാജ്യത്ത് ഒരിക്കലും പേഴ്സണൽ ലോയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പൊ പേഴ്സണൽ ലോയിൽ മാറ്റം വരുത്തണമെങ്കിൽ ഏത് സമുദായത്തിന്റെ പേഴ്സണൽ ലോ മാറ്റണമെങ്കിലും അവരുടെ സമ്മതം വേണം എന്നൊരു നിയമം അതിൽ എഴുതി ചേർക്കണം എന്ന് അംബേദ്കറോട് പറഞ്ഞപ്പോൾ അംബേദ്കർ ശക്തമായി ഇതിനെ എതിർത്തു. അംബേദ്കർ പറഞ്ഞു, 25-ാം വകുപ്പ് എന്ന് പറയുന്നത് അടിസ്ഥാനാവകാശമാണ്, അതുള്ള കാലത്തോളം പേടിക്കേണ്ടതില്ല. മാത്രമല്ല നമ്മുടെ ഭരണഘടന 13-13(2) പറയുന്നത് എന്താ? ഇവിടെ നിലവിലുള്ള ഈ മതാവകാശത്തെ ഹനിക്കുന്ന തരത്തിൽ ഒരു നിയമവും കൊണ്ടുവരാൻ പാടില്ല. 2 വാചകമാണ് അതിൽ ഉപയോഗിച്ചതിൽ പ്രധാനം. ഒന്ന് ടേക്സ് അവേ എന്നും അബ്രിഡ്ജ് എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. ദ പ്രൊവിഷൻ കണ്ടെയ്ൻസ് ഇൻ ദിസ് പാർട്ട്, ഈ പാർട്ടിൽ പറയുന്ന കൃത്യമായ നിർദ്ദേശങ്ങളെ അപ്രസക്തമാക്കുകയോ കുറക്കുകയോ ചെയ്യുന്ന ഒരു നിയമവും ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് മേക്ക് എനി ലോ എന്നാണ് അതിന്റെ ആമുഖം തന്നെ. ഈ മതാവകാശത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു നിയമവും ഈ രാജ്യത്ത് നിർമ്മിക്കാനേ പാടില്ല. ഇനി അഥവാ നിർമ്മിച്ചാൽ തന്നെ അത് അസാധുവാണ് എന്നും ആ ഭരണഘടനാ വകുപ്പിൽ പറയുന്നു. ഞാനീ പറയുന്നത് എന്റെ അഭിപ്രായമല്ല, ഞങ്ങളുടെ സ്റ്റേജിലെ അഭിപ്രായമല്ല, ഇന്ത്യൻ ഭരണഘടനാ പുസ്തകമാണ് ഞാൻ പറയുന്നത്. ആർക്കും ഇത് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. അപ്പോൾ മതപരമായ അവകാശത്തെ ഹനിക്കത്തക്ക വിധത്തിൽ ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവന്നാൽ തന്നെ അത് അസാധുവാണെന്ന് ഭരണഘടന പറയും. അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിംകൾ ഈ ശരീഅത്ത് നിയമത്തിന് വേണ്ടി വാദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ശരീഅത്ത് ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കണമെന്നല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചു, പലരും പ്രചരിപ്പിച്ചു, പലരും എഴുതി. ഇസ്ലാമിന്റെ ശരീഅത്തെ ഞങ്ങൾ അംഗീകരിക്കൂ, ഞങ്ങൾ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കില്ല എന്ന ഭാഷയിലേക്ക് ഈ വായി നമ്മുടെ ആവശ്യങ്ങളെ പലരും മാറ്റിമറിച്ചു. ചില പത്രങ്ങൾ എഴുതി, സത്യത്തിൽ നമ്മൾ ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കും, ഇന്ത്യയുടെ നിയമം ഇസ്ലാമിക ശരീഅത്താവണം എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ എല്ലാവരും ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കണമെന്ന ഭാഷയാണ് മുസ്ലിംകൾ പറയുന്നത് എന്നാണ് ചിലരൊക്കെ എഴുതിയത്. മുസ്ലിംകൾക്ക് വലിയ വാശിയാണെന്ന് ചിലർ എഴുതിയത്.
മുസ്ലിങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാനാക്കാൻ പോവുകയാണെന്നാണ് ചിലർ പ്രസംഗിച്ചത്. നമ്മൾ ആരും ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമങ്ങളെ വെല്ലുവിളിക്കുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഹിന്ദു സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്ത് നിയമമാക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. മുസ്ലിങ്ങൾക്ക് തന്നെ ഇന്ത്യയിലെ നിയമത്തിൽ മുഴുവൻ ശരീഅത്തും ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. ഞങ്ങളുടെ വാദം എന്ന് പറയുന്നത് പുതിയ ഒന്നല്ല. തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു, ഞങ്ങൾക്കൊരു പുതിയ വാദമില്ല. ഞങ്ങൾക്കുള്ളത് നിലവിൽ ഈ രാജ്യത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു അവകാശമുണ്ട്. അത് ഹിന്ദുവിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. അതെന്താ? ഞങ്ങൾക്കുള്ളതുപോലെ നിങ്ങൾക്കുമുണ്ട് പേഴ്സണൽ ലോ. മതപരമായ വിഷയത്തിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി ചില പ്രത്യേക നിയമം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമത്തിന്റെ പേരാണ് മുഹമ്മദൻ ലോ അല്ലെങ്കിൽ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. അത് നിലവിൽ വന്നത് 1937. 1937 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച നിയമമാണത്. ആ നിയമമനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമായ അവകാശം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മതപരമായി മാത്രം കൈകാര്യം ചെയ്യേണ്ട വിവാഹം, വിവാഹമോചനം, അതുപോലെ തന്നെ മെയിന്റനൻസ് എന്ന് പറയുന്ന സംരക്ഷണം, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് നൽകുന്ന മഹർ, രക്ഷാകർതൃത്വം, വഖഫ്, ട്രസ്റ്റ്, പിതൃത്വം, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മാത്രം മുസ്ലിങ്ങൾക്ക് മതപരമായ വിധി കിട്ടുവാൻ കോടതിയിൽ സംവിധാനമുണ്ട്. ഈ സംവിധാനം ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിക്കാഹ് ഇസ്ലാമികമായിരിക്കണം. സവ്വജതുക വ അൻകഹതുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സവ്വജതുക എന്ന് പറയുമ്പോൾ ഖബിൽതു മിൻക എന്ന് പറയുന്ന മഹർ മാനദണ്ഡമാക്കി സാക്ഷികൾ മുഖേന വലിയിൽ നിന്ന് വരൻ വാങ്ങുന്ന കരാർ, ഈ ഒരു രീതി മാത്രമേ ഇസ്ലാമിൽ നിക്കാഹിന് മാർഗമുള്ളൂ, മറ്റൊരു മാർഗമില്ല. അനുബന്ധ മാർഗങ്ങളിലും ഉള്ളത് കാവലി നിക്കാഹ് കഴിച്ചു കൊടുക്കുകയാണെങ്കിലും ശരി, സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു രീതിയല്ലാതെ നിറപറയും നിലവിളക്കും കൊളുത്തി അമുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെയോ, ആരിന് വലം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നോ എന്റെ ഹിന്ദു സുഹൃത്തുക്കൾ വിവാഹം കഴിക്കുന്നത് പോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയില്ല. രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി രണ്ടുപേരും ഒരു പത്രികയിൽ ഒപ്പുവെച്ചാൽ പോലും ഇസ്ലാമിന് നിക്കാഹാവില്ല. മുസ്ലിങ്ങൾക്ക് ഇണ ജീവിതം നയിക്കണമെങ്കിൽ കൃത്യമായി നിക്കാഹ് നടത്തണം. ആ നിക്കാഹ് സാക്ഷികൾ മുഖേനയായിരിക്കണം, മഹർ മാനദണ്ഡമാക്കിയായിരിക്കണം, വലിയിൽ നിന്ന് കരാർ വാങ്ങിയിരിക്കണം. ഈ രീതിയിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നിക്കാഹ് എന്ന് പറയും. ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിക്കാഹ് നടന്ന് ഒരാൾ ഭാര്യയെ സ്വീകരിച്ചാൽ ഈ ഭാര്യാഭർത്താക്കന്മാരാണ് തെളിയിക്കാൻ കോടതിയിലേക്ക് പള്ളിയിലെ ഒരു രേഖ കൊണ്ടു ചെന്നാൽ മതി. പള്ളിയിലൊരു രേഖ കൊണ്ടു ചെന്നുകൊണ്ട് ഇവൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. എന്റെ പാസ്പോർട്ടിൽ എന്റെ ഭാര്യയുടെ പേര് ചേർക്കാൻ പള്ളിയുടെ രേഖ റെഡിയാണ്. അതേസമയത്ത് ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ വന്നാൽ കോടതിയിൽ പള്ളിയിലെ രേഖയുമായി ചെന്നാൽ കോടതി പറയും ഒരു പ്രത്യേക വിഭാഗത്തിന് പള്ളിയിലെ രേഖ സ്വീകാര്യമല്ല. ഇന്ത്യക്ക് ഒരു നിയമമാണ്, ആ നിയമം അനുസരിച്ച് നിങ്ങൾ വിവാഹം നടത്തിയിട്ടുണ്ടോ? ആ കോഡിൽ എങ്ങനെയാണ് വിവാഹമെന്ന് കോഡ് വരുമ്പോഴല്ലേ നമുക്കറിയൂ. എന്താണെങ്കിലും ശരി, ഏക സിവിൽ കോഡ് വരുമ്പോൾ ഈ നിക്കാഹ് നമ്മുടെ കോഡായി വരില്ലല്ലോ. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. കാരണം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ 20%. 80% വരുന്ന എല്ലാ അമുസ്ലിം സഹോദരങ്ങളും ഈ രീതിയിൽ നിക്കാഹ് കഴിക്കണമെന്ന താല്പര്യം ഞങ്ങൾക്കില്ല. അവരെ ഇത് അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഈ നിക്കാഹ് രീതി മറ്റുള്ളവർ സ്വീകരിക്കാത്തതുകൊണ്ട് ഏക സിവിൽ കോഡിൽ വരുന്ന നിക്കാഹ് രീതി വേറൊന്നായിരിക്കും. ഞങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ല. ഒരു ഭാര്യയെ തൊലാഖ് ചൊല്ലേണ്ട ഒരു ഘട്ടം വന്നാൽ ഇസ്ലാമിൽ തൊലാഖ് ചൊല്ലേണ്ടി വരും. ആ തൊലാഖ് ചൊല്ലേണ്ട ഘട്ടം വരുന്ന സന്ദർഭത്തിൽ തൊലാഖ് ചൊല്ലി കോടതിയിൽ ഇതൊരു പ്രശ്നമായി വന്നാൽ തൊലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നതിന്റെ രേഖ പള്ളിയിൽ നിന്ന് സാക്ഷി മുഖേന അല്ലെങ്കിൽ ഇസ്ലാമിക രീതിയിൽ തൊലാഖ് ചൊല്ലിയ രേഖ കൊടുത്താൽ മതി. അതേസമയത്ത് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ആ സിവിൽ കോഡിൽ ഒരു ഭാര്യയും ഭർത്താവും പിരിയാൻ എന്താണോ പൊതുനിയമം, ഇന്ന് ഹിന്ദു സുഹൃത്തുക്കൾക്ക് പിരിയണമെങ്കിൽ കോടതിയിൽ കേസ് കൊടുത്ത് കോടതി പറയുന്ന പീരീഡ് കാത്തിരുന്ന് തെളിയിച്ചതിന്റെ ശേഷമേ വിവാഹമോചനം പറ്റൂ. ക്രിസ്ത്യൻ സമൂഹത്തിലും അങ്ങനെ തന്നെ. അവിടെ പെണ്ണിന്റെ ദൂഷ്യവശം പോലും ഒരുപക്ഷെ കോടതിയിൽ വിളിച്ചു പറയേണ്ടി വരും. അങ്ങനെ കാത്തിരുന്നിട്ട് വിവാഹമോചനം നടത്താൻ പറ്റൂ എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമാകില്ല. ഇനി അത് വിപുലീകരിച്ച് എവിടെ വരെ എത്തുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വഖഫ് നിയമത്തിൽ ഇത് ബാധകമാണ്. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. നമ്മൾ വാങ്ങിയ വഖഫ് ഭൂമിയിൽ നമ്മളൊരു മയ്യത്ത് കബറടക്കുന്നു, അത് ആചാരമാണ്. ആ ആചാരം അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കുറെ ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാൾ വന്ന് പരാതി കൊടുക്കുന്നു, മയ്യത്ത് മണ്ണിൽ അടക്കം ചെയ്യുന്നത് കൊണ്ട് പ്രകൃതി ദൂഷ്യമുണ്ട്, അതുകൊണ്ട് മണ്ണിൽ ഇനി മയ്യത്ത് അടക്കം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് ഒരാൾ സൂട്ട് ഫയൽ ചെയ്താൽ കോടതി വിളിക്കും. കോടതി വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലും, നമ്മൾ പറയും ഞങ്ങൾ ഇതുവരെ ചെയ്തു വന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്.
ഉടനെ കോടതി ചോദിക്കും, നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ മണ്ണിൽ തന്നെ മയ്യത്ത് വെക്കണമെന്ന നിർബന്ധം? നമുക്കാകെ പറയേണ്ടത് അത് ഞങ്ങളുടെ മതത്തിന്റെ രീതിയാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ട ആചാരം അങ്ങനെയാണ്. ഉടനെ തന്നെ കോടതി പറയും, ഒരു സമൂഹത്തിന്റെ ആചാരം ഈ രാജ്യത്ത് ബാധകമല്ല, സിവിൽ കോഡ് ഏകീകൃതമാണ്, എല്ലാവർക്കും പറ്റുന്ന ഒരു നിയമം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ നിയമത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ദഹിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ മയ്യത്ത് ദഹിപ്പിക്കാൻ പറ്റുമോ? അതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജീവിതം ദുസ്സഹമാകും. ഇസ്ലാമിൽ ഒരു നയാ പൈസ ഉപയോഗിക്കണമെങ്കിൽ അത് ഹലാലാവണം. പിതാവിന്റെ സ്വത്ത് അല്ലെങ്കിൽ കുടുംബ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഇസ്ലാമിന്റെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഫറാഇൽ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ സ്വത്ത് വിഭജന ശാസ്ത്രമനുസരിച്ച് തന്നെ ഓഹരി വെക്കണം. ഇന്ന് കോടതിയിൽ ചെന്നാൽ ഏത് വക്കീലുമാർക്കും കൃത്യമായി പാഠമാണ് ഒരു മുസ്ലിമിന്റെ സ്വത്ത് എങ്ങനെ ഓഹരി വെക്കണം. അത് മാതാവിന് ഇത്ര, അതുപോലെ തന്നെ മക്കൾക്ക് ഇത്ര, ആൺകുട്ടിക്ക് ഇത്ര, പെൺകുട്ടിക്ക് ഇത്ര, ആൺമക്കൾ ഇല്ലെങ്കിൽ ഇത്ര എന്നൊക്കെ കൃത്യമായ പഠനം അവരുടെ മുമ്പിലുണ്ട്. എന്താ കാരണം? അത് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതനുസരിച്ചുള്ള നിയമം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഷാഫികളാണെങ്കിൽ അവർക്ക് മിൻഹാജ് അനുസരിച്ച് വിധി കിട്ടും, ഹനഫികളാണെങ്കിൽ അവർക്ക് ഹിദായ അനുസരിച്ച് വിധി കിട്ടും. അതുപോലെ തന്നെ വളരെ വ്യക്തമായി ഈ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചു വെച്ച നിയമസംഹിത അനുസരിച്ചുകൊണ്ടേ ജഡ്ജിക്ക് വിധിക്കാൻ പറ്റൂ. ഇനി ഷിയാക്കളാണെങ്കിലോ അവർക്ക് ഹില്ലിയുടെ ഗ്രന്ഥമനുസരിച്ച് വിധി കിട്ടും, ഷറാഉൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട്. അതിനുള്ള സംവിധാനം ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചത് ഈ സമൂഹം ഇന്ന് വരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇതൊന്നും പ്രശ്നമാകില്ല. ഏക സിവിൽ കോഡ് വരുമ്പോൾ കോടതിയിൽ നിന്ന് ഒറ്റ നിയമമേ ഉണ്ടാകൂ. ആ നിയമമനുസരിച്ച് വിവാഹം ചെയ്യേണ്ടി വരും, ആ നിയമമനുസരിച്ച് വിവാഹമോചനം നടത്തേണ്ടി വരും, അതിന് കാത്തിരിക്കേണ്ടി വരും. അത് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള വ്യക്തിയുടെ വ്യക്തിപരമായ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് കടക്കൽ കത്തിവെക്കല. ഞാൻ നേരത്തെ പറഞ്ഞ 25-ാം വകുപ്പിന് എതിരാണ്. മാത്രമല്ല 29-ാം വകുപ്പിന് ഘടകവിരുദ്ധമാണ്. എന്താ നമ്മുടെ രാജ്യത്തെ 29-ാം വകുപ്പ്? അത് ഫണ്ടമെന്റലാ, അത് അടിസ്ഥാനാവകാശമാണ്. ഫണ്ടമെന്റൽ റൈറ്റായ 29-ാം വകുപ്പിൽ പറയുന്നു, എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ, നമ്മുടെ രാജ്യത്തെ ഏത് പൗരവിഭാഗമാണെങ്കിലും ശരി. ഇനി സെക്ഷൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്തെ പൗരന്മാരിൽ ഏത് ആളുകളാണെങ്കിലും റിസൈഡിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ ഇൻ പാർട്ട്, ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്നവരാണെങ്കിലും എന്നല്ലേ അതിനർത്ഥം? കുമരനെല്ലൂർക്കാരനാണെങ്കിലും ശരി, പാലക്കാട്ടുകാരനാണെങ്കിലും, മലപ്പുറത്തുകാരനാണെങ്കിലും, ഡൽഹിക്കാരനാണെങ്കിലും, കശ്മീരിയാണെങ്കിലും, റിസൈഡിംഗ് ഇൻ ഇന്ത്യ ഓർ എനി പാർട്ട്, thereof having a distinct culture, language, script, culture. Thereof having, അവർക്കുണ്ട് a distinct language, culture, script. വ്യത്യസ്തമായ ഒരു മതം, വ്യത്യസ്തമായ ഒരു സംസ്കാരം, വ്യത്യസ്തമായ ഒരു ഭാഷ, അത് അവർക്ക് ഉണ്ടെങ്കിൽ, അവരുടെ സ്വന്തമായി ഉണ്ടെങ്കിൽ നമുക്കുണ്ട്. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, ഇസ്ലാമിക ശരീഅത്തിന്റെ സംസ്കാരം. എന്നിട്ട് ഭരണഘടനയിലെ ആ വകുപ്പിൽ അടുത്ത വാചകം പറയുന്നു, ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദ സെയിം. എന്താണ് വാക്കിനർത്ഥം? ഷാൽ ഹാവ് ദ റൈറ്റ്, അവന് കൃത്യമായ അവകാശമുണ്ട് ടു കൺസേർവ്. എന്താ കൺസേർവിന്റെ അർത്ഥം? ചില പദങ്ങൾക്ക് പച്ച മലയാളത്തിൽ അർത്ഥം പറഞ്ഞാലേ ശരിയാവുള്ളൂ, സാഹിത്യം പറഞ്ഞാൽ ശരിയാവില്ല. കൺസേർവ് എന്ന പദത്തിന്റെ പച്ച മലയാളത്തിലെ അർത്ഥം കേടുവരാതെ സൂക്ഷിക്കുക. അവന്റെ സംസ്കാരത്തിന് കേടുവരാതെ സൂക്ഷിക്കാനുള്ള അവകാശം അവനുണ്ട് എന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന് കേടുവരാൻ സൂക്ഷിക്കാൻ അവകാശം. അപ്പൊ നിക്കാഹ് അങ്ങനെ തന്നെ നടക്കണം, തൊലാഖ് അങ്ങനെ തന്നെ നടക്കണം, ഏക സിവിൽ കോഡ് നടക്കൂല. അതുകൊണ്ട് തന്നെ 29-ാം വകുപ്പിന് ഘടകവിരുദ്ധമാണ്, മൗലിക തത്വത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ വിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടാവും. ഇനി മാത്രമല്ല, ഇന്നിപ്പോ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞ പോലെ മുത്തലാഖ് നിരോധിക്കണമെന്ന് പറഞ്ഞ പോലെ മതത്തിന്റെ അവകാശമാണ്. ഇതിലൊന്നും കോടതിക്ക് ഇടപെടാൻ പാടില്ല. ഈ 44-ാം വകുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു വകുപ്പല്ല, മാർഗനിർദ്ദേശത്വം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാജ്യത്തിന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ആ മാർഗനിർദ്ദേശക തത്വത്തിന്റെ 44 എന്ന് പറയുന്നത് 36 മുതൽ 51 കൂടിയ 16 വകുപ്പുകൾ ചേർന്നതാണ്. ഈ 16 വകുപ്പുകൾ ചേർന്നതിൽ ഒരു വകുപ്പ് പറയുന്നത് എന്താ? 36 മുതൽ അങ്ങോട്ട് പോയി 51 വരെയുള്ള വകുപ്പാണ് നമ്മുടെ രാജ്യത്തെ മാർഗനിർദ്ദേശകത്വം. ഒരു 44 മാത്രമല്ല. നിങ്ങൾ വെറുതെ ഒരു 44 മാത്രം കടന്ന് കറങ്ങല്ലേ. 44-ാം വകുപ്പിന്റെ കൂടെയുള്ള വകുപ്പ് പറയുന്നു, ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട്. ഈ പറയപ്പെട്ട 16 വകുപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഏക സിവിൽ കോഡ് അടക്കമുള്ള 16 വകുപ്പുകൾ ഷാൽ നോട്ട് ബി എൻഫോഴ്സബിൾ ബൈ എനി കോർട്ട്. ഒരു കോടതിയെ കൊണ്ട് നിർബന്ധിച്ച് നടപ്പാക്കിക്കാൻ പറ്റൂല. ഒരു കോടതിക്കും അത് നടപ്പാക്കണം നിർദ്ദേശിക്കാൻ പാടില്ല. അത് നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയിൽ പോയാൽ അവർക്ക് ആ നടപ്പാക്കാൻ ഉത്തരവ് കിട്ടുകയുമില്ല.
അത് കൃത്യമായി നമ്മുടെ ഭരണഘടനയാണ് പറയുന്നത്. തെരുവിലെ പ്രസംഗമല്ല ഇത്. ഇന്ത്യൻ ഭരണഘടന പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഇത് വ്യക്തമായി ബോധ്യമാണ്. ഇത് ബോധ്യമുള്ള മനുഷ്യന്റെ മുമ്പിൽ 44-ാം വകുപ്പ് ഭരണഘടനയിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വരുന്ന ആൾക്കാര് ഇന്ത്യൻ ഭരണഘടന ഒന്നുകൂടി വായിച്ച് പഠിച്ചിട്ട് വരണം. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞ ഈ വകുപ്പ് ശരിക്ക് കോടതിക്ക് പോലും നിർദ്ദേശിക്കാൻ പാടില്ല. ഏക സിവിൽ കോഡ്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എന്തിനാ? ഇനി ഈ സിവിൽ കോഡ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഹിന്ദുക്കൾക്ക് ഹിന്ദു സിവിൽ കോഡില്ലേ ഇവിടെ? അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് അവർക്ക് സിവിൽ കോഡില്ലേ? ബുദ്ധന്മാർക്ക് സിവിൽ കോഡില്ലേ? ജൈനർക്കില്ലേ? അവനവന്റെ വിശ്വാസ ആചാര സംരക്ഷണത്തിന് നിദാനമായ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കാലം അത്രയും മുസ്ലിങ്ങൾ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുകയും അവർക്ക് പരിമിതമായ വിഷയങ്ങളിൽ മുഹമ്മദ് ലോ അനുസരിച്ചുകൊണ്ട് വിധി കിട്ടുകയും ചെയ്തിട്ട് ഇന്നേ വരെ ഒരു അമുസ്ലിമിന് പരാതി ഉണ്ടായിട്ടില്ലല്ലോ. എന്താ കാരണം? അതിന്റെ കാരണം ഒന്ന്, ഇത് മുസ്ലിമും തമ്മിലുള്ള പ്രശ്നത്തിൽ മാത്രമേ ബാധകമാവൂ. രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ തർക്കിക്കുമ്പോൾ മാത്രമേ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ബാധകമാവൂ. ഒരു മുസ്ലിമും തർക്കിക്കുമ്പോൾ ഇത് വിഷയമേ അല്ല. എന്തുകൊണ്ട്? അവിടെ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഇല്ല. ഈ മുസ്ലിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യുകയോ നിയമ നടപടികൾ, ഇപ്പൊ ഉദാഹരണമായി സാമ്പത്തിക കൃത്രിമം നടത്തി സിവിൽ തന്നെ ആവട്ടെ, കേസ് ക്രിമിനൽ അല്ല സിവിൽ തന്നെ ആവട്ടെ, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ കൊലപാതകം നടത്തി, അല്ലെങ്കിൽ സാമ്പത്തികമായി തിരിമറി നടത്തി, അല്ലെങ്കിൽ മറ്റൊരു തന്നെ ഭൂമി കയ്യേറി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ കോടതിയിൽ വരുമ്പോൾ ഞങ്ങൾ ആരും ശരീഅത്ത് നടപ്പാക്കണമെന്ന് പറയാറില്ലല്ലോ. ഇന്ത്യൻ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതിൽ ഇന്ത്യയുടെ സിവിൽ റൈറ്റ്സ് എന്താണോ ശിക്ഷ വിധിക്കുന്ന ആ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങും. അവിടെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ഒരു വ്യത്യാസവുമില്ല. നേരെ മറിച്ച് നിക്കാഹ് തൊലാഖ് പോലൊരു മുസ്ലിമിന്റെ വിഷയത്തിൽ അമുസ്ലിമിന് എന്താ കാര്യം? മുസ്ലിം പെണ്ണ് കെട്ടുന്നിടത്തും മുസ്ലിം വിവാഹമോചനം നടത്തുന്നിടത്തും മറ്റു സമുദായത്തിന് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മറ്റൊരുത്തിന് ഇടപെടേണ്ട കാര്യമില്ല. അതേസമയത്ത് നിക്കാഹ് കഴിച്ചൊരു പെണ്ണിനൊരാൾ പീഡിപ്പിച്ച പീഡനത്തിന് കേസെടുക്കുന്നുണ്ടല്ലോ. നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയെ പീഡിപ്പിച്ചാൽ പീഡനത്തിന് കേസെടുക്കാറുണ്ട്. ഭാര്യയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഭാര്യ കോടതിയിൽ പോയ കേസെടുക്കാറുണ്ട്. അവിടെ ഞങ്ങൾ ശരീഅത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിൽ നിന്ന് ഒളിച്ചോടാറോ നിയമത്തെ വെല്ലുവിളിക്കാറോ ഉണ്ടോ? പക്ഷെ നിക്കാഹ് നടന്നത് ഇസ്ലാമികമായിരിക്കണം. അത് കോടതിയിൽ വാല്യൂബിൾ ആയിരിക്കണം. ഏക സിവിൽ കോഡ് വരുമ്പോൾ അത് വാല്യൂബിൾ അല്ല, അത് മൂല്യമുള്ളതല്ല. അവിടെയാണ് ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മതവിഭാഗത്തിന് ഒരിക്കലും കോട്ടമില്ലാത്ത മുസ്ലിമിന്റെ ആചാര സംരക്ഷണത്തിനുള്ള ഈ നിയമം 937 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി തന്നാണ് എന്നിരിക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത് കവർ നിർക്കാൻ ആര് വന്നാലും അനുവദിക്കാൻ പറ്റില്ല. ഒന്നാമതായി അവർ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. രണ്ടാമതായി അവർ ചെയ്യുന്നത് ഈ രാജ്യത്തൊരു സമുദായത്തിലുള്ള ദ്രോഹമാണ്. മൂന്നാമത് അവർ ചെയ്യുന്നത് ഈ രാജ്യം ഇക്കാലം അത്രയും പുലർത്തിപ്പോന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ നമ്മൾ ആചരിച്ചു പോകുന്ന ഒരു നിയമത്തെ വെല്ലുവിളിക്കലാണ്. ഇനി എന്തിനാണ് ഇവരിത് കൊണ്ടുവരുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് കൊണ്ടുവരണമെന്ന് പറയുന്ന ആളുകൾ കുറെ കാലമായാലും ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതി എന്നാണ് ചില ആളുകൾ പറയുന്നത്. അവരുടെ വാദം മുഴുവൻ നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിയും. ഒരു കൂട്ടർ പറയുന്നത് രാജ്യത്ത് മൊത്തം ഒരു നിയമം കൊണ്ടുവന്നാൽ വളരെ നല്ലതാണ്. അതേ ആളോട് തിരിച്ചൊരു ചോദ്യം ഏതായിരിക്കണം ആ നിയമം എന്ന് ചോദിച്ചാൽ അവർ മൗനമാണ്. അവർ പറയുന്നു അതേത് നിയമം എല്ലാവർക്കും സ്വീകാര്യമുള്ള വിവാഹം, എല്ലാ മതവിശ്വാസികൾക്കും കൂടി സ്വീകാര്യമായ വിവാഹ രീതി പറ. ആ വിവാഹ രീതി ഏതാ? ഓഡിറ്റോറിയത്തിൽ ചോറ് വെച്ചോളം പറ. അതെല്ലാവർക്കും ഒരുപോലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതെല്ലാവർക്കും ഒരുപോലെ ആയിക്കോട്ടെ. വേണമെങ്കിൽ ഒരേ ചോറ് വെക്കാം, ഒരേ പായസം വെക്കാം, ഒരേ സംവിധാനം ഉണ്ടാക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ നിക്കാഹ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ടത് പ്രധാനമാണ്. ആ ചടങ്ങ് ഇസ്ലാമിക സമൂഹത്തിൻ്റെത് വേറെയാണ്, ഹൈന്ദവ സുഹൃത്തുക്കളുടെ രീതി വേറെയാണ്, താലികെട്ടാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെത് മലപ്പുറത്ത കല്യാണം മുതൽ അതിനനുബന്ധമായ കാര്യങ്ങളുണ്ട്, കുർബാനയും അനുബന്ധ പ്രവർത്തനങ്ങളും. ബുദ്ധർക്കൊരു രീതിയുണ്ട്, ജൈനർക്കൊരു രീതിയുണ്ട്, എല്ലാ രീതിയുണ്ട്. ഓരോരുത്തർക്കും വിവാഹം ഓരോ രീതിയാണ്. ബുദ്ധനൊരു രീതി, അതുപോലെ തന്നെ ക്രൈസ്തവന്റെ രീതി, ഹിന്ദുവിന്റെ രീതി, മുസ്ലിം രീതി, ചാടിപ്പോകുന്നവർക്ക് വേറെ രീതി, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സൗകര്യം വേണമെന്നേ പറയുന്നുള്ളൂ. അത്തരമൊരു രാജ്യത്ത് രാജ്യ പുരോഗതിക്കാണത് കൊണ്ടുവരുന്നതെങ്കിൽ രാജ്യ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടിയിരുന്നത് ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുകയല്ല. അവരാദ്യം ചെയ്യേണ്ട പ്രവർത്തനം രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന വകുപ്പുകൾ മാർഗനിർദ്ദേശ തത്വത്തിൽ ഉണ്ട്. രാജ്യം പുരോഗമിക്കാൻ ഉപകരിക്കുന്ന നല്ല നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിലുണ്ട്. ബുദ്ധിമാന്മാരുണ്ടാക്കിയതല്ലേ? ഈ 44-ാം വകുപ്പിന്റെ വിഷയത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഒന്നിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇത് തർക്ക വിഷയമായി വന്നപ്പോ പണ്ഡിറ്റ് നെഹ്റു എന്താ പറഞ്ഞത്? പണ്ഡിറ്റ് നെഹ്റു ശരിക്കും മതവിശ്വാസിയായിരുന്നില്ല. പണ്ഡിറ്റ് നെഹ്റു ഹിന്ദു അല്ല. പണ്ഡിറ്റ് നെഹ്റു ഒരു സന്ദേഹവാദിയാണ്.
നെഹ്റു ഒരു പൂർണ്ണ മതവിശ്വാസിയായിരുന്നില്ല എന്ന് വ്യക്തമാണ്. നെഹ്റുവിന്റെ ദൈവവിശ്വാസം ഭാഗികമാണ്. അതുകൊണ്ടാണ് സന്ദേഹവാദി നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞ് ചിലരൊക്കെ പറയുന്നു നെഹ്റു ഒരു നിരീശ്വരവാദിയാണ്. എന്താവട്ടെ, പണ്ഡിറ്റ് നെഹ്റു ഈ വിഷയത്തിൽ എഴുന്നേറ്റപ്പോൾ നിരീശ്വരവാദിയായ, അതിൽ അർദ്ധമതവിശ്വാസിയായ നെഹ്റു പറയേണ്ട എന്താ, ഏക സിവിൽ കോഡ് വേണമെന്നല്ലേ. പക്ഷെ ബുദ്ധിമാനും തന്റേടിയുമായ ഭരണാധികാരിയായ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞത് ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് ആ പ്രൊവിഷൻ അതിൽ നിലനിൽക്കട്ടെ. ഏതെങ്കിലും ഒരു കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം ഒരു നിയമം വേണമെന്ന് തോന്നുമ്പോൾ അവർ നടപ്പാക്കിക്കൊള്ളട്ടെ. അത് ഞങ്ങളിതിലല്ല. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവൻ പറയുകയാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരണം, ആയിക്കോളൂ. അവർ ശരീഅത്ത് നിയമം അനുസരിക്കാത്തൊരു കാലഘട്ടം വന്നാൽ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇന്ത്യയിൽ ഈമാനിക ആവേശമുള്ള മുസ്ലിം ഉള്ള കാലത്തോട്ട് പറ്റില്ലല്ലോ. അതാണ് ഞങ്ങൾ പറയുന്നത്. പണ്ഡിറ്റ് നെഹ്റു പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഇത് പ്രായോഗികമല്ല എന്നാണ്. മതങ്ങളിൽ താല്പര്യമില്ലാത്ത നെഹ്റു പോലും മതങ്ങളെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എഴുന്നേറ്റുകൊണ്ട് സംസാരിച്ച് പ്രശ്നം ഒതുക്കിയെങ്കിൽ, നെഹ്റുവിന്റെ കഴിവില്ലാത്ത ആളുകൾ പിൽക്കാലത്ത് വന്നിട്ട് തെരുവിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇതെടുത്തുയർത്തുന്നത് എന്തിനാ? രാജ്യപുരോഗതിക്കല്ല. രാജ്യപുരോഗതിക്കാണെങ്കിൽ അവർ നടപ്പാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവർ നടപ്പാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് 45ന്റെ നേരെ താഴെയുള്ള 46, 44ന്റെ നേരെ താഴെ 45, 46. നമ്മുടെ 44ന്റെ നേരെ താഴെയുള്ള ഭരണഘടനാ വകുപ്പ് എന്താ പറയുന്നത്? മാർഗനിർദ്ദേശ തത്വമാണെങ്കിലും നമ്മുടെ രാജ്യത്ത് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു പ്രൊവൈഡ് എന്ന് പറഞ്ഞിട്ട് ഭരണഘടന കാലഘട്ടം പറയുന്നുണ്ട്. Within a period of 10 years from the commencement of this constitution, നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻസ്, ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം കൊടുക്കണം. എപ്പോൾ? അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 years. 14 വയസ്സ് അവർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവർക്ക് കൃത്യമായി നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം. 4 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. 1, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ മുൻഗണനാക്രമത്തിൽ ചെയ്യണം. 2, ഇന്ത്യയിലെ പൗരന്മാർക്ക് 14 വയസ്സ് പൂർത്തിയാകും മുമ്പ് കൊടുത്തിരിക്കണം. 3, നിർബന്ധ വിദ്യാഭ്യാസമാകണം, പഠിപ്പിക്കണം പിടിച്ചിട്ട്. 4, സൗജന്യമായിരിക്കണം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഭരണകൂടം അതിന് ശ്രമിച്ചോ? നിങ്ങളൊരു ഉത്തരേന്ത്യയിൽ പര്യടനം നടത്ത്. സ്കൂളുകളില്ലാത്ത എത്ര ഗ്രാമങ്ങളുണ്ട് അവിടെ? സ്കൂളുകളില്ലാത്ത ഗ്രാമങ്ങൾ. ബംഗാൾ തൊഴിലാളികളിലെ നിങ്ങളുടെ ഹോട്ടലുകളിലും അതുപോലെ തന്നെ പാടശേഖരങ്ങളിലും നിർമ്മാണ മേഖലയിലുമൊക്കെ എഴുതാൻ അറിയാത്തവർ, കേവലം ബംഗാളി ഭാഷയില്ലാത്ത ദുനിയാവിലൊരു ഭാഷയും അറിയാത്തവർ, ഇംഗ്ലീഷ് അക്ഷരമാല പോലും അറിയാത്ത കുട്ടികളോട് പണിക്ക് വരുന്നുണ്ടല്ലോ. ഹോട്ടലുകളിൽ കിടക്ക വിരിച്ചു കൊടുക്കുന്നവർ, തൂപ്പുകാര്, അതുപോലെ തന്നെ ഹോട്ടൽ വൃത്തിയാക്കുന്ന ആളുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കള്ളു വിളമ്പിക്കൊടുക്കുന്ന കുട്ടികൾ, ഇവരൊക്കെ വിദ്യാഭ്യാസമില്ലാതെ നമ്മുടെ രാജ്യത്ത് ദുരിതമനുഭവിക്കുമ്പോൾ കേരളത്തെ നോക്കണ്ട, ഇന്ത്യയെ മുഴുവൻ നോക്ക്. ഉത്തരേന്ത്യൻ തെരുവുകളിൽ പോയി നോക്ക്. ഞാനിവിടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഉദ്ഘാടനത്തിന് വേണ്ടി പശ്ചിമ ബംഗാളിൽ പോയി. അവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ദുരിതവും ജീവിതക്കാഴ്ചയും നേരിട്ട് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. മറ്റു സംസ്ഥാനങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും പശ്ചിമ ബംഗാൾ വ്യത്യസ്തമാണ്. അവിടെയുള്ള വിദ്യാഭ്യാസമില്ലാത്തൊരു തലമുറയുടെ ജീവിതത്തിന്റെ ദുരിതം നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. അവരെ പിടിച്ച് കലാലയത്തിൽ കൊണ്ടുപോയോ? സൗജന്യ വിദ്യാഭ്യാസം നിർബന്ധിച്ചു കൊടുക്കാൻ ആദ്യം ചെയ്യേണ്ടത് സ്കൂളെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? കഴിക്കും നമുക്ക്? ടാഗോറിന്റെ വിദ്യാനികേതൻ നിലനിൽക്കുന്ന, ഇന്ത്യ കണ്ട പ്രഗത്ഭനായിരുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ ബംഗാളിൽ വിദ്യാനികേതൻ എന്ന് പറയുന്ന ടാഗോറിന്റെ ഗുരുകുല വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബീർഭൂം ഡിസ്ട്രിക്റ്റിലാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി ഇന്ന് നല്ലൊരു കോളേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നാട്ടിൽ പോലും, വിദ്യാനികേതന്റെ നാട്ടിൽ പോലും വിദ്യാഭ്യാസമില്ലാത്തവന്റെ മക്കളെ കാണുന്നു. അപൂർവം ചിലക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. നല്ല കലാലയമില്ല. കോളേജ് പോയിട്ട് സ്കൂളിന്റെ പടി കയറാൻ കുട്ടികൾക്ക് അവസരമില്ല. കൊടുക്കണ്ടേ വിദ്യാഭ്യാസം അവർക്ക്? എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ നടപ്പാക്കാൻ ഒരു വലിയ ശ്രമമെങ്കിലും നടത്തിക്കൂടാ? എന്നിട്ട് പോലെ ഏക സിവിൽ കോഡ് രാജ്യത്തിന്റെ പുരോഗതിയല്ല ലക്ഷ്യമെന്ന് അതിലൊന്നും ഉറപ്പല്ലേ? മറ്റൊരു കൂട്ടർ ന്യായം പറയുന്നത് സ്ത്രീകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നാണ്. ഇന്ത്യയിലെ സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ മോഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ തൊട്ടടുത്ത വകുപ്പ് നടപ്പാക്കല. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വത്തിൽ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് നിർബന്ധമായും മദ്യനിരോധനം നടപ്പാക്കണം. നിർബന്ധമായും എന്നല്ല പറയുന്നത്, പറയുന്ന വാചകം വളരെ കൃത്യമാണ്. പ്രോഹിബിറ്റേഷൻ എന്നാണ് പറയുന്നത്, നിരോധനം.
പ്രോഹിബിറ്റേഷൻ ഓഫ്, ഈ രാജ്യത്ത് നിരോധിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന് അങ്ങനെ ഒരു വാക്ക് മതിയല്ലോ. അത് നിരോധിക്കേണ്ട സാധനം പറയും ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് എന്നാണ്. കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് എക്സെപ്റ്റ് ഫോർ മെഡിസിനൽ പർപ്പസ്. മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി മാത്രമല്ലാതെ ആൽക്കഹോള് പോലുള്ള അതുപോലെ തന്നെ ജനങ്ങളെ ലഹരി പിടിപ്പിക്കുന്ന സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരണമെന്നാണ് ഭരണഘടന പറയുന്നത്. ഈ മദ്യത്തിന്റെ ദുരന്തം കൊണ്ട് രാജ്യത്ത് എത്ര സ്ത്രീകൾ കണ്ണീര് കുടിച്ചിട്ടുണ്ട്, എത്ര പെണ്ണുങ്ങളുടെ ജീവിതം ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരിക്കൽ ഒരു പത്രവാർത്ത, ഒരു പത്രം ഫീച്ചറായിട്ട് ഇറക്കിയപ്പോൾ ഞായറാഴ്ച പതിപ്പ് ഞാൻ കണ്ടിരുന്നു. തടവുപുള്ളികളായ സ്ത്രീകളെ ഇന്റർവ്യൂ ചെയ്ത ഒരു റിപ്പോർട്ട്. അതിന് 4-5 സ്ത്രീകളെ ഫോട്ടോ കൊടുത്ത് പ്രത്യേകം അവര് മുഴുവൻ ഭർത്താക്കന്മാരെ കൊന്നിട്ട് വന്നവരാണ്. ഒരാൾ ഒലക്കെടുത്ത് അടിച്ചു കൊന്നതാണ്, ഒരാൾ ചെരവുമുട്ടിയെടുത്ത് അടിച്ചു കൊന്നതാണ്, ഒരാൾ കത്തിയെടുത്ത് കുത്തി കൊന്നതാണ്, ഇങ്ങനെ വിശദീകരിക്കുന്നത്. എല്ലാം സംഭവം എന്താ? പാതിരാത്രിക്ക് കള്ളു കുടിച്ച് വീട്ടിൽ കയറി വന്നിട്ട് സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോ സ്വന്തം വയറ്റിൽപ്പെടുന്ന കുട്ടിയുടെ മാനം കാക്കാൻ വേണ്ടി ഭർത്താവെന്ന ജീവിയെ കുത്തിക്കൊല്ലേണ്ടി വന്നവരും അടിച്ചു കൊല്ലേണ്ടി വന്നവരും. മദ്യമാണ് പ്രശ്നം. മദ്യം കഴിച്ചാൽ പിന്നെ ബുദ്ധിയില്ലാത്തവനല്ലേ. ഹമറ എന്ന പദത്തിന്റെ അർത്ഥം മറയിട്ടു എന്നാണ്. ഹമറ മറയിട്ടു, ബുദ്ധിക്ക് മറയിടുന്ന സാധനമാണ് കള്ള്. ബുദ്ധിക്ക് മറ വീണാൽ പിന്നെ മകളില്ല, പെങ്ങളില്ല, അമ്മയില്ല. എല്ലാവരും ഭാര്യമാരെ പോലെ തോന്നിയവരും വരും. സ്ത്രീകളൊക്കെ ഭാര്യയാണെന്ന് തോന്നിയവരും വരും. സ്വന്തം മകളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോ സ്വന്തം ഭാര്യ തന്നെ അടിച്ചുകൊന്ന ഭർത്താക്കന്മാരുടെ കഥ പറയുന്ന പെണ്ണുങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിലിൽ വരേണ്ടി വന്നത്. നമ്മുടെ മലയാള പത്രത്തിൽ ആ ഫീച്ചർ ഉണ്ടായിരുന്നു. കൃത്യമായി പഠിക്കണം നിങ്ങൾ. എത്ര റോഡ് ആക്സിഡന്റുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു മദ്യത്തിന്റെ ഫലമായി, എത്ര കുടുംബം തകരുന്നു മദ്യത്തിന്റെ ഫലമായി. രാജ്യത്ത് വരെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര്, സൈന്യത്തിലും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗത്തിലും ഇരിക്കുന്ന ആളുകൾ ഒരു കുപ്പി കള്ളിനും ഒരു തേവിടിശി പെണ്ണിനും വേണ്ടി രാജ്യത്തിന്റെ രഹസ്യം ചോർത്തി കൊടുക്കുന്ന ഏർപ്പാടുണ്ടാക്കിയില്ലേ? ഒരു പെണ്ണ് അവന്റെ മുമ്പിൽ വന്ന് അഴിഞ്ഞാടി കള്ളു കുടിപ്പിച്ചാൽ എന്ത് രഹസ്യവും ചോർത്തി കൊടുത്ത് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാട് നമ്മുടെ രാജ്യത്ത് പിടിക്കപ്പെട്ടില്ലേ? കള്ളല്ലേ വില്ലൻ? ഉമ്മുൽ ഖബായിസ് എന്ന് ഇതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം അതാണ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തിലേക്ക് കൂടി ശരീഅത്തിൽ സ്വലാത്തൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞത് ഉമ്മുൽ ഖബായിസ്. അതൊന്ന് നിരോധിക്കാൻ നമ്മുടെ രാജ്യത്ത് പ്രൊവിഷൻ ഉണ്ടായിട്ട് എന്തേ നടപ്പാക്കാതിരുന്നത്? അപ്പൊ രാജ്യത്തെ സ്ത്രീകളുടെ കണ്ണീരൊപ്പനാണ് ലക്ഷ്യമെങ്കിൽ മദ്യനിരോധം നടപ്പാക്കണം. ഇനി പൊതുവെ ജനങ്ങളുടെ പുരോഗതിയാണോ ഉദ്ദേശം? രാജ്യപുരോഗതി എന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെ സമുദ്ധരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം. അഥവാ പിന്നോക്ക ജനവിഭാഗത്തെ, ഹരിജൻ പിന്നോക്ക ജനവിഭാഗം എന്ന് കൃത്യമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റീസ്, സാമൂഹ്യ അനീതിയിൽ നിന്ന് അവരെ രക്ഷിക്കണം. പോരാ, ആൻഡ് ഫ്രം ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. വലിയ വലിയ കട്ടിയുള്ള ഈ വാർത്തയൊക്കെ പറയും ഭരണഘടനയിൽ. പ്രയോജനമുണ്ടോ? അവരെ എല്ലാ ചൂഷണത്തിൽ നിന്നും മുക്തരാക്കണമെന്നാണ് പറയുന്നത്. എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് മുക്തരാക്കണമെന്ന് പറയുമ്പോൾ അവനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അവൻ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് എത്രയോ ചൂഷണങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നിട്ടില്ല, പത്രത്തിൽ വന്നിരുന്നു, പാർലമെന്റ് രേഖയിലുണ്ട് മണിശങ്കർ അയ്യരുടെ പ്രസംഗം. മണിശങ്കർ അയ്യർ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചു. ആവേശോജ്വലമായ പ്രസംഗത്തിൽ മണിശങ്കർ അയ്യർ പറഞ്ഞു, മഹാരാഷ്ട്രയിലെ ഒരു ക്ഷേത്രത്തിന്റെ വരാന്തിൽ ഒരു സാധുവായ മനുഷ്യൻ പെരും മഴ പെയ്യുമ്പോ, തോരാത്ത മഴ പെയ്യുമ്പോ വിറച്ചിട്ട് ജീവരക്ഷാർത്ഥം ഇനിയും മഴ കൊണ്ടാൽ മരിക്കുമെന്ന് കണ്ടപ്പോ ജീവരക്ഷാർത്ഥം ഒരു ഇറയത്ത് കയറി നിന്നു, ക്ഷേത്രത്തിന്റെ ഇറയത്ത്. ഈ സംഭവം ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചത് മണിശങ്കർ അയ്യറാണ്. ഞാനത് കൂട്ടി പറയുന്നത്, ഞാനത് പറയുമ്പോ ഒരു ക്ഷേത്രത്തിന്റെ വരാന്തിൽ സംഭവിച്ച കാര്യം നമ്മൾ പറയുമ്പോൾ അതൊരു വർഗീയ ചോ വേണ്ട എന്ന് കരുതിക്കൊണ്ടാണ്. ആ ക്ഷേത്രത്തിന്റെ വരാന്തിൽ കയറുന്ന മനുഷ്യനെ എറിഞ്ഞു കൊന്നു സവർണർ. എന്താ കാരണം? അമ്പലം സവർണറുടേതാണ്, കയറിയവൻ ഹരിജനാണ്. ഹരിജനായൊരു മനുഷ്യൻ അങ്ങനെ കയറുന്നു, അമ്പലത്തിന്റെ തറയിലേക്ക് പോലും കയറിയിട്ടില്ല. അയാൾ ഇറയത്ത് ആ മഴയൊന്ന് ആശ്വസിക്കുന്നതിന് വേണ്ടി നിന്നതാ. ആ മനുഷ്യനെ എറിഞ്ഞു കൊന്നു, സവർണന്റെ അമ്പലത്തിലേക്ക് അവർണൻ കടന്നു എന്ന് കരുതിയിട്ട്. അത് ഇന്ത്യൻ പാർലമെന്റിൽ മെമ്പറായിരുന്ന മണിശങ്കർ അയ്യർ പ്രസംഗിച്ചു. അദ്ദേഹം അത് പ്രസംഗിച്ച് റെക്കോർഡ് ചെയ്തത് ഇന്ത്യൻ പാർലമെന്റ് രേഖയിലുണ്ടാവും. ഞാൻ പറയട്ടെ, ചൂഷണത്തിൽ നിന്ന് മുക്തനാക്കണമെന്ന് പറഞ്ഞ് നടപ്പാക്കിയോ നമ്മുടെ രാജ്യത്ത്? ഒരു വേള നമ്മുടെ രാജ്യത്ത് സാംസ്കാരികമായി സമ്പന്നം എന്ന് പറയുന്ന സംസ്ഥാനമാണ് കേരളം. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെയാണ് പറയാറുള്ളത്. ദൈവത്തിന്റെ സ്വന്തം നാട്. അപ്പൊ ദൈവത്തിനാകെ ഒരു നാടുള്ളൂ എന്ന് തോന്നിപ്പോകും. ഏതായാലും ആവട്ടെ,
അങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു IAS ഓഫീസർ റിട്ടയർ ചെയ്തു. രജിസ്ട്രേഷൻ IG രാമകൃഷ്ണൻ നായരന്റെ പേര് ഞാൻ ഓർക്കുന്നു. ഒരു പത്രം എഡിറ്റോറിയൽ എഴുതിയത് ഞാൻ എടുത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ വിഷയം ഒരു സംഭവമാക്കി എഡിറ്റോറിയൽ എഴുതിയൊരു പത്രം. വലിയ വിഷയമൊന്നും ആയില്ല. ഇയാൾ റിട്ടയർ ചെയ്തു പോകുമ്പോൾ ഇയാളുടെ സ്ഥാനത്ത് രണ്ടാമത് ചാർജ് എടുക്കാമെന്ന പുതിയ ഉദ്യോഗസ്ഥൻ രജിസ്ട്രേഷൻ IG. അയാളും IAS ഓഫീസറാണ്. അയാൾ ആദ്യമായി വന്ന് ചെയ്ത പ്രവർത്തനം ഓഫീസിലെ കസേര, ഓഫീസ് മൊത്തം കാറ്, 3 സാധനം, കസേര പ്രത്യേകിച്ച്, ഓഫീസ് മൊത്തം കാറ് ചാണകം അടിച്ചു തെളിച്ച് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കഴുകിച്ചു. സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർക്കാരിന്റെ കാറ്, സർക്കാരിന്റെ കസേര, സർക്കാരിന്റെ ഓഫീസ് ചാണകം തെളിച്ച് കഴുകിപ്പിച്ചു. എന്താ കാര്യം? പോയ ആൾ ഈ ഓഫീസ് ഉപയോഗിച്ചിരുന്ന നേരത്തെയുള്ള IG ഹരിജനായിരുന്നു, വന്ന ആള് സവർണനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മതപരമായി അത്തരം വീക്ഷണങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാൻ ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷെ സർക്കാർ സംവിധാനത്തിൽ പോലും ഇങ്ങനൊരു കാര്യം നടന്നിട്ട് എന്ത് നടപടിയെടുത്തു? ആരെ ഗൗരവത്തിലെടുത്തത്? എല്ലാ സാമൂഹ്യ തിന്മയിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നടന്നോ നമ്മുടെ രാജ്യത്ത്? ഇതൊന്നും നടപ്പാക്കാൻ പുതിയ നിയമങ്ങളോ ചിന്തകളോ ചർച്ചകളോ ഇല്ലാതെ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, മുഹമ്മദല്ലോ അപ്രസക്തമാക്കുന്ന തരത്തിൽ ഈ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വാദിക്കുന്നത് നല്ലതിനു വേണ്ടിയാണോ? പറയും നിങ്ങള്. ഇതിന്റെ പിന്നിൽ ദുരുദ്ദേശമില്ലേ? ദുട്ടലാക്കില്ലേ? തന്നെയുമല്ല, ഇനി അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനമന്ത്രി പോലും പ്രസംഗിച്ചതെന്താ? പ്രധാനമന്ത്രി പോലും പ്രസംഗിച്ച പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ കണ്ണീര് കുടിക്കുന്നുണ്ട്. കണ്ണീര് കുടിക്കുന്ന മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്തൽ ഒരു ഭരണാധികാരിയുടെ ബാധ്യത എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി മുത്തലാഖ് നിരോധിക്കണം. മുത്തലാഖ് നിരോധിക്കണമെങ്കിൽ ഇന്ത്യയിൽ ശരീഅത്ത് നിയമം അഥവാ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിൽ മാറ്റം വരുത്തണം. യൂണിഫോം സിവിൽ കോഡ് അഭികാമ്യമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അതിൽ അദ്ദേഹം ഉപയോഗിച്ച വൈകാരികമായ കാര്യം മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പുക എന്നതാണ്. പാവപ്പെട്ട മുസ്ലിം സ്ത്രീയുടെ കണ്ണീരൊപ്പാൻ വൈകാരികമായി പ്രസംഗിച്ച പ്രധാനമന്ത്രിയോട് വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കണ്ടേ നമ്മള്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്ത് ഭരിക്കുന്ന സന്ദർഭത്തിൽ എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തി കൊന്നു കുഴിച്ചു മൂടി? പാവപ്പെട്ട ഒരു സ്ത്രീ ഗർഭിണി, പൂർണ്ണ ഗർഭിണി, വയറ് കുത്തി തുറന്നിട്ട് വയറുന്ന കുട്ടിയെ തൃശൂരത്തിൽ കുത്തിയെടുത്തിട്ട് തീയിലിട്ട് ചുട്ടുകരിച്ച് പപ്പടം പോലെ പൊരിച്ച് ഉയർത്തിക്കാണിച്ച് ആർത്തട്ടഹസിച്ച വർഗീയവാദിയെ എന്ത് ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി? നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ? ശിക്ഷ കൊടുത്തോ? മാതൃകാപരമായി സമൂഹത്തെ കാണിച്ചോ? നിങ്ങൾ ചിന്തിക്ക്. ഇന്ത്യ മഹാരാജ്യത്തെ വർഗീയ താണ്ഡവമാടിയ ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ പത്രത്തിൽ ദിനേന വായിക്കുമ്പോൾ ശിക്ഷിക്കപ്പെട്ട ഒന്നും കേൾക്കുന്നില്ലല്ലോ. പെണ്ണുങ്ങളെ കണ്ണീരൊപ്പാനാണെങ്കിൽ ഗർഭിണിയെ വയറ് കുത്തി തുറന്ന് കുട്ടിയെ കൊന്നവനെ എന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരുന്നത്? എന്റെ അന്ന് പ്രധാനമന്ത്രിക്ക് കണ്ണീരില്ലാതെ പോയത്? അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയായ യശോദാബൻ വിവാഹം കഴിച്ച പെണ്ണ്, ആ പെണ്ണിനെ പ്രധാനമന്ത്രി കൈയൊടിച്ചു. എന്നിട്ട് മുസ്ലിം സ്ത്രീകളെ കണ്ണീരൊപ്പാൻ ഉയർത്തിപ്പിടിക്കുന്ന കൈകളിലേക്ക് നോക്കി ഞങ്ങൾ പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യം കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റിയിട്ട് മതി മുസ്ലിമിന്റെ കണ്ണീരൊപ്പാൻ വരൽ. അവനാന്റെ പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തവൻ മറ്റോന്റെ പെണ്ണിന്റെ കണ്ണീരൊപ്പാൻ വരണ്ട. അയാളുടെ യോഗ്യതയില്ല. മറ്റൊന്ന്, അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കണ്ണീരില്ല. നിങ്ങൾ പറയുന്ന മുത്തലാഖ് എന്ന് പറയുന്നത് പേടിപ്പിക്കേണ്ട. മുത്തലാഖ് എന്നാൽ 3 തൊലാഖ് എന്നതിനർത്ഥമുള്ളൂ. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തൊലാഖ് എന്നേ അർത്ഥമുള്ളൂ. പിന്നെ എന്തുകൊണ്ട് 3ആയി? ശരിക്കും ഒരു പ്രവർത്തനത്തിന്റെ നേർവശം മനസ്സിലാക്കാതെ എതിർവശം മനസ്സിലാക്കിയതാണ് പ്രശ്നം. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പിന്നെ പേപ്പട്ടിയാക്കി എന്ന് പറഞ്ഞ പോലെ. മുത്തലാഖ് പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനല്ല, പിന്നെന്തിനാ പുരുഷന്മാരെ കൂച്ചുവിലങ്ങിടാനാണ്. പെണ്ണിനത് കൃത്യമായ സംരക്ഷണമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ കേരളത്തെ മുഴുവൻ കാണരുത്, ലോകത്തെ മുഴുവൻ കാണുന്ന ശരീഅത്ത് കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ ഉള്ളതല്ല. ലോകത്തെവിടെയുള്ള മുസ്ലിമിനും സ്വീകാര്യമായ മതമാണ്. അള്ളാഹു മനുഷ്യന് ഞാൻ അഹ്കാമിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ശറഅാക്കിയിട്ടുണ്ട് അവന്റെ അടിമകൾക്ക്. അങ്ങനെ ശറഅാക്കിയ ഈ നിയമത്തിൽ ഗൾഫിലൊക്കെ നിങ്ങൾ കണ്ടോ? കേരളത്തിലെ ഈ സ്ത്രീധനം ഈ രീതിയിലുള്ളൂ. ഉത്തരേന്ത്യയിൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പല മേഖലയിൽ പോലും മാറിച്ചുണ്ട്. എന്നാൽ അറബ് നാട്ടിലൊക്കെ വലിയ മഹറ് കൊടുക്കണം. ഇങ്ങനെ മഹറ് കൊടുത്ത് ഈ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റുമ്പോ ഒരു പെണ്ണ് ദുസ്വഭാവിയാകുമ്പോൾ, അല്ലെങ്കിൽ അവളോട്
വിദ്വേഷം തോന്നുമ്പോ ആണുങ്ങൾ പഴയ കാലത്ത് അറബ് സമൂഹത്തിൽ പെണ്ണിനെ പീഡിപ്പിച്ചിരുന്നത് തൊലാക്ക് ചൊല്ലിക്കൊണ്ട. എങ്ങനെ? ഒരു പെണ്ണിനെ പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച് അവൾക്ക് നല്ല മഹര് കൊടുത്ത് കൊണ്ടുവന്നതായിരിക്കും, അവൾക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ അനുസരണാ സ്വഭാവത്തിൽ നിന്നും ഈ പെണ്ണ് പുറകോട്ട് പോകുമ്പോ ആ പെണ്ണിനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തൊലാക്ക് ചൊല്ലും. ഇദ്ദ കാലഘട്ടം വരെ അവൾ അങ്ങനെ ഇരിക്കും. ഇദ്ദ കഴിഞ്ഞാൽ വീണ്ടും മടക്കിയെടുക്കും. പിന്നെയും തൊലാക്ക് ചൊല്ലും. ഇദ്ദ കഴിയുമ്പോഴേക്ക് മടക്കിയെടുക്കും. പിന്നെയും ദേഷ്യം പിടിക്കുമ്പോൾ തൊലാക്ക് ചൊല്ലും. ഇദ്ദ കഴിയുമ്പോൾ മടക്കിയെടുക്കും. ഇവന്റെ കൂടെ പൊറുക്കാനും കഴിയാ. തൊലാക്ക് ചൊല്ലപ്പെട്ട പിന്നെ ആ രീതിയിൽ ബന്ധം ഉണ്ടാവുള്ളല്ലോ. തൊലാക്ക് ചൊല്ലപ്പെട്ടവളെ ഇദ്ദ കഴിയുമ്പോൾ മടക്കിയെടുക്കുക. ഇഷ്ടമുള്ളപ്പോഴൊക്കെ തൊലാക്കില്ല, വീണ്ടും മടക്കിയെടുക്കുക. തൊലാക്കില്ല, വീണ്ടും മടക്കിയെടുക്കുക. ഈ സ്വഭാവം തുറന്നപ്പോൾ സ്ത്രീകൾക്ക് അത് വലിയൊരു പീഡനാനുഭവമായി. ഈ പീഡാനുഭവത്തിൽ നിന്ന് രക്ഷ തരാൻ വേണ്ടി സ്ത്രീകൾക്ക് പടച്ചിറപ്പ് കൊടുത്ത നിയമമാണ് 3 തൊലാക്ക് എന്ന് പറയുന്നത്, അഥവാ മുത്തൊലാക്ക്. ഇസ്ലാം പറഞ്ഞു അത്തൊലാക്ക് മറത്താനി. അതാ വരുന്നു നമ്മുടെ ബക്കറ്റ്. നിങ്ങളത് ഗൗരവത്തോടെ കാണണം. ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ പ്രവർത്തകർ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് വിയർപ്പ് വരാതിരിക്കാൻ നിങ്ങൾ സ്വാഭാവികമായും മനസ്സറിഞ്ഞ് സഹായിക്കണം. വളരെ പ്രധാനമാണ്. ശരീരത്തെ സംരക്ഷിക്കാൻ നിങ്ങളെ നാണയത്തുട്ടുകൾ വേണ്ടിവരും. നിങ്ങൾ കൃത്യമായി അത് ചെയ്യണം. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നോട്ടിന്റെ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് ചിലരെന്ന് പറഞ്ഞാ നോട്ടിന്റെ പ്രതിസന്ധിയൊക്കെ തീരുമെന്ന് വിചാരിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എവിടെ പിരിക്കാൻ ചോദിച്ചാലും നോട്ടിന്റെ പ്രതിസന്ധി വലിയ ഭാഗ്യം കിട്ടിയ വരെ ചില ആൾക്കാർ. പിരിവിന്റെ വേഗം അല്ലാത്തവർക്കാണെങ്കിലോ അത് വലിയ ബുദ്ധിമുട്ടാണ്. പിരിവിന്റെ വിഷയം വരുമ്പോൾ നോട്ടിന്റെ പ്രതിസന്ധി, അല്ലാത്തവർ കുഴപ്പമില്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ഈ പുരുഷനോട് പറഞ്ഞു അത്തൊലാക്ക് മറത്താനി, 2 തവണ മാത്രമേ തൊലാക്ക് ചെല്ലാൻ പറ്റൂ, നിനക്ക് തിരിച്ചെടുക്കാം. 3-ാം തവണ നീ ആ പെണ്ണിനെ തൊലാക്കില്ല, പിന്നെ ആ പെണ്ണിനെ നിനക്ക് കിട്ടൂല. ഈ കളി വേണ്ട, തൊലാക്കുമ്പോ കളിക്കണ്ട. അതുകൊണ്ട് പുരുഷനെ ശരിക്കും ഒരു വരച്ച വരയിൽ നിർത്തി പുരുഷനെ നിയന്ത്രിച്ചതാണ്, പുരുഷനെ കൂച്ചു വിലങ്ങിട്ടതാണ് 3 തൊലാക്ക്. ചിലര് അതൊരു പുതിയ വിദ്യയാക്കി ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ. 3 തൊലാക്ക് എന്ന് പറയുന്ന ഒരു പുരുഷൻ 2 തൊലാക്ക് ചൊല്ലിയാൽ ആ പെണ്ണിനെ വേണമെങ്കിൽ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ നിക്കാഹും ചെയ്യാം ഇദ്ദ കഴിഞ്ഞാൽ. എന്നാൽ 3-ാമത്തെ തൊലാക്കും കൂടി ചൊല്ലിയാലോ ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല നിക്കാഹ് ചെയ്യാൻ പോലും പറ്റൂല. ആ പെണ്ണ് പിന്നെ മറ്റൊരാളെ ഭാര്യയായി പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും. അവൻ പിന്നെ തൊലാക്ക് ചൊല്ലിയാൽ സാഹചര്യമൊത്താൽ ഇവന് കെട്ടാമെന്നല്ലാതെ തന്റെ പെണ്ണ് അന്യന്റേതാകുന്നത് നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് സൗകര്യപ്പെടുത്തിക്കൊണ്ട് പീഡാനുഭവത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ 3 തൊലാക്ക് നിയന്ത്രിച്ചു. ഒരു പുരുഷന് ഒരു പെണ്ണിനെ തൊലാക്ക് ചെല്ലാൻ 3 എണ്ണം വേണ്ട, 1 തന്നെ മതി. എന്നാൽ 3 തൊലാക്കും ഒന്നിച്ചുപയോഗിക്കുന്ന ഘട്ടം അത് ഇസ്ലാമിൽ ആശാസ്യമല്ല. 3 തൊലാക്കും ഒന്നിച്ചു ചൊല്ലാൻ ഇസ്ലാമിൽ അനുമതിയില്ല. അങ്ങനെ ചെയ്യരുത് എന്നാണ്. അഥവാ ചെയ്താലോ ആർത്തവ സമയത്ത് ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലാൻ പാടില്ല, ഹറാമാണ്. ബന്ധപ്പെട്ട ശുദ്ധിയിലും തൊലാക്ക് ചൊല്ലാതിരിക്കണം. ചൊല്ലിയാൽ പോകും. 3 തൊലാക്ക് ഒന്നിച്ച് ചൊല്ലരുത്. ചൊല്ലിയാൽ 3 പോകും. ചൊല്ലിയാൽ 3 പോകും. അതിൽ തർക്കമില്ല. അതിൽ തർക്കമുള്ള ആളുകൾ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ തർക്കം ഒഴിവാക്കിയേക്കും. ചുരുക്കത്തിൽ ഈ 3 തൊലാക്കിന്റെ വിഷയം പറഞ്ഞ് മുത്തലാക്ക് പറഞ്ഞ് പേടിപ്പിക്കാൻ വരണ്ട. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു പീഡനവുമില്ല, പുരുഷന്മാർക്ക് നിയന്ത്രണമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ തൊലാക്ക് സമ്പ്രദായം അത്ര രൂക്ഷമാണ് എന്നത് വെറുതെ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. ഇസ്ലാമിനെ പഠിക്കാത്തവരാണ് തൊലാക്കിനെ വിമർശിക്കുന്നത്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഒപ്പുശേഖരം നടത്താൻ വേണ്ടി പത്രിക തയ്യാറാക്കി നടക്കുന്ന പ്രിയപ്പെട്ട മകളുകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഇസ്ലാമിക ശരീഅത്തിന്റെ ഈ ദാമ്പത്യ ബന്ധത്തിന്റെ പവിത്രതയെക്കുറിച്ച് പഠിച്ചിരിക്കില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ മുത്തലാഖെന്ന് കേട്ടപ്പോഴേക്കും ഞെട്ടിവിറച്ച് ഇതെന്തോ സ്ത്രീകളെ കൊല്ലാനുള്ള ഒരു ബോംബ് പോലെ കണക്കാക്കിയത്. എന്റെ ചില സഹപ്രവർത്തകർ അധ്യാപകർ എന്നോട് എന്താണ് ഈ മുത്തലാഖ്, വിവാഹമോചന എന്ന് പറയുന്ന ഒരു മസൈബ്, അതൊന്നുമല്ല, അതെന്തോ വേറെ സാധനം എന്ന് അവർ വേണം. മുത്തലാഖ് എന്ന് പറയുന്ന എന്തോ ഒരു പ്രത്യേക സാധനം പോലെയാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ക്രിസ്ത്യാനികളായ അധ്യാപക സഹോദരങ്ങൾക്ക് മുത്തലാഖ് എന്താണെന്ന് അറിയില്ല. അത്രമാത്രം മുത്തലാഖ് ഭീതിതമായ ഒരു വസ്തുവായ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ മാന്യമായി ഞങ്ങൾ അവരോട് പറയുന്നത്, മാധ്യമ പ്രചരണത്തിൽ വീണുകൊണ്ട് മുസ്ലിങ്ങളുടെ വാശിയാണ് ഈ കാര്യത്തിൽ എന്ന് പറയരുത്. മുസ്ലിം സമൂഹത്തിന്റെ വിവാഹത്തിൽ അവനൊരു ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ ആ ബന്ധം പിരിയാതെ സൂക്ഷിക്കാൻ ആവശ്യമായ അടിസ്ഥാന പ്രക്രിയകൾ ആമുഖമായും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഗൗരവമായും ആ ബന്ധാനന്തരം ക്രമീകൃതമായും ശരിക്കും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞ 3 കാര്യവും ശ്രദ്ധിക്കണം. ആമുഖമായി പറഞ്ഞത്, നീ ഒരു പെണ്ണ് കെട്ടാൻ ഉദ്ദേശിച്ചാൽ ആ പെണ്ണിന്റെ കുടുംബത്തിന്റെ സാഹചര്യവും
നിന്റെ വീട്ടിന്റെ സോഷ്യൽ സ്റ്റാറ്റസും രണ്ടും ഒക്കുമോ എന്ന് നോക്കണം. അറബി ഭാഷയിൽ കഫാഅത്ത് എന്ന് പറയും. അപ്പൊ പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ പോറ്റാൻ അവൾക്ക് ഇവിടെ സ്വീകാര്യമാകുമോ എന്ന് പരിശോധിച്ചിട്ട് പെണ്ണന്വേഷിക്കാൻ പോയാൽ മതി. വലിയ തറവാട്ടിലേക്ക് കയറി പെണ്ണന്വേഷിക്കുമ്പോൾ അവിടെ അനുഭവിക്കുന്ന സ്വഭാവവും സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. എന്നിട്ട് പെണ്ണിട്ടാൻ പോയാൽ മതി. 2, ഈ പെണ്ണിനെ നീ വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ പെണ്ണിനെ നീ കാണണം, അവൾ നിന്നെയും കാണണം. കാണൽ ഹറാമാണെങ്കിലും ഈ വിഷയത്തിൽ കാണൽ സുന്നത്തായി മാറി. ഒരു ഹറാമ് സുന്നത്തായി മറിക്കപ്പെടുന്നു ബന്ധം നിലനിൽക്കാൻ എന്നാണ് പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. 3ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, നീ അങ്ങനെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിക്കുന്ന സമയത്ത് മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിനക്ക് ആ പെണ്ണിനെ ശരിക്ക് കൊണ്ടുവന്ന് പോറ്റാനുള്ള ശാരീരിക സാമ്പത്തിക കെൽപ്പുണ്ടെങ്കിൽ മാത്രം പെണ്ണ് കെട്ടാൻ പോയാൽ മതി. എല്ലാവരും വിചാരിച്ചാൽ ഇസ്ലാമിൽ പെണ്ണ് കെട്ടൽ വളരെ എളുപ്പമാണ്. അത് ഇസ്ലാമിൽ മദ്യപിക്കുന്ന ആളുകൾ കള്ളുകുടിക്കുന്നവരുടെ ഒരു പേടിയില്ലാതെ, വട്ടിപ്പലിശ ഇസ്ലാമിൽ സബോൾ മോപിക്കാത്ത ചില ആൾക്കാർ വട്ടിപ്പലിശ വാങ്ങുന്നതും കൊടുക്കുന്നവരുണ്ടല്ലേ. സാമാന്യവൽക്കരിക്കരുത് തെറ്റുകളെ. ഇസ്ലാമിൽ പെണ്ണ് കെട്ടണമെങ്കിൽ പഞ്ചവിധികൾ ബാധകമാണ്. ചില ആളുകൾക്ക് പെണ്ണ് കെട്ടൽ സുന്നത്താണ്, ചില ആളുകൾക്ക് ഹലാല് മാത്രമാണ്. ചില ആളുകൾക്ക് പെണ്ണ് കെട്ടൽ നിർബന്ധമാണ്, ചില ആളുകൾക്ക് പെണ്ണ് കെട്ടൽ ഹറാമാണ്, ചില ആളുകൾക്ക് പെണ്ണ് കെട്ടൽ കറാഹത്താണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി നിക്കാഹിന്റെ ദിവസത്തിൽ പണ്ഡിതന്മാർ ഓതുന്നത് കേട്ടിട്ടില്ലേ? മുഅദ്ദിൻ നിക്കാഹിന്റെ ആമുഖമായി ഓതുന്ന ആയത്തുണ്ട്, വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. വഅൻകിഹുൽ അയാമാ മിൻകും, അങ്കിഹു നിങ്ങൾ നിക്കാഹ് കഴിച്ചു കൊടുക്കണമല്ല. അയാമ അയ്യമുകൾക്ക്, അയ്യമിന്റെ ജമ്മാണ് അയാമ. അയ്യം എന്നാൽ ഇണയില്ലാത്തവൻ, ഇണയില്ലാത്തവൾ. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, അടിമകൾക്കും അടിമ സ്ത്രീകൾക്കും വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് യജമാനനാണ്. സാധാരണക്കാരുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാപണ്ഡിതന്മാർ ഉദ്ധരിച്ചത് വ്യക്തമായി കാണാം. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു പുരുഷൻ ഒരു പെണ്ണിലേക്ക് മോഹമില്ലാത്ത മാനസികാവസ്ഥയാണെങ്കിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ ഒരു പെണ്ണിലേക്ക് മോഹമില്ല എങ്കിൽ അവന് നിക്കാഹ് ഹലാലാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയുണ്ട്, അവന് നിക്കാഹ് കഴിക്കാൻ താല്പര്യമുണ്ട്. ദാമ്പത്യ ബന്ധത്തിലേക്ക് മോഹമുള്ള മനുഷ്യനാണോ നിക്കാഹ് സുന്നത്താണ്. വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ വ്യഭിചരിക്കേണ്ടി വരുമെന്ന് തോന്നലുണ്ടോ? നിക്കാഹ് വാജിബാണ്. നിങ്ങൾ ചിന്തിക്കണം, ഒരു പെണ്ണിനെ പോറ്റാൻ കെൽപ്പില്ലാത്തവൻ അത്തരം ചില പ്രത്യേക ഘട്ടത്തിൽ അവന്റെ നിർബന്ധ ഇബാദത്തൊക്കെ മുടങ്ങുന്ന ഘട്ടമുണ്ടെന്ന് തോന്നൽ വന്നാൽ നിക്കാഹ് ഹറാമാണ്. ഇങ്ങനെ എല്ലാ വിധികളും ഞാനത് വിശദീകരിക്കുന്നില്ല, കൃത്യമായി പഠിക്കണം. ചുരുക്കത്തിൽ എല്ലാവർക്കും നിക്കാഹ് ഒരുപോലെയല്ല. കാണുമ്പോഴൊക്കെ കയറി കെട്ടാനുള്ള ഏർപ്പാടല്ല പെണ്ണ്. ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ച് ശ്രദ്ധിച്ച് ഇതൊക്കെ ഒത്തൊരു പെണ്ണിനെ നിക്കാഹ് കഴിക്കുന്നതിൽ ഗൗരവതരമായ 2 കാര്യം ബോധ്യപ്പെടുത്താൻ എന്താ? ആ നിക്കാഹിന് അവൻ കൊടുക്കുന്ന മഹർ ഒറ്റ പൈസ തിരിച്ചു കിട്ടൂല ബന്ധപ്പെട്ടാൽ. 2, ആ നിക്കാഹിന്റെ വേളയിൽ അവൻ കൊടുക്കുന്ന വാക്കിന്റെ ഖബിൽതു മിൻക നിക്കാഹഹാ, ഇതിന്റെ നേരെ അർത്ഥം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഖദ് അഖദന മിൻകും മീസാഖൻ ഗലീവാ. വളരെ ഗൗരവതരമായൊരു പ്രതിജ്ഞയാണ് ആ പെണ്ണിന് നീ കൊടുത്തത്. മീസാഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഞെട്ടണം. ഒലീവൻ എന്ന വാക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ഗൗരവം തന്നെയാണ്. ആ പെണ്ണിനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നൊരു ഭാരം അവൻ ഏറ്റെടുക്കുക. അപ്പൊ തന്നെ അവൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല, പടച്ചോന്റെ പ്രതിക്കൂട്ടിൽ കയറാൻ ഒറ്റ കാര്യം മതി. എന്താ? അള്ളാന്റെ പ്രതിക്കൂട്ടിൽ അവൻ കയറി നിൽക്കാൻ ഒറ്റ കാര്യം മതി. ചെലവ് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പെണ്ണിനെ പാടാക്കിയാൽ, ബാപ്പാക്കും മാക്കും ചെലവ് കൊടുക്കാൻ ചെലവ് തന്നെ. ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്ക് ചെലവ് കൊടുക്കാതിരുന്നാൽ അവൻ എത്ര വലിയ ആബിദാണെങ്കിലും പടച്ചറബ് പരലോകത്ത് അവനെ പിടിച്ച് ശിക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ ഈ പറഞ്ഞതിന്റെ ഗൗരവമൊക്കെ ആലോചിച്ചു? ഇസ്ലാമിലെ വിവാഹത്തിന്റെ ഗൗരവം ആലോചിച്ചാൽ പെണ്ണ് കെട്ടാൻ പേടിയാവും. ചില ആളുകൾ ചാടി പെണ്ണ് കെട്ടാൻ പോവാ. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അമാനത്തല്ലേ ഒരു പെണ്ണിനെ ഏറ്റെടുക്കുമ്പോ? ഫുറൂജല്ലേ, ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറല്ല, ഭൂമിയിൽ വെച്ചൊരു മനുഷ്യൻ പാലിക്കേണ്ട കരാറിൽ വെച്ച് ഏറ്റവും ഗൗരവ കരാറ്. അത് പാലിച്ചില്ലേ ഇവരൊരു മനുഷ്യനാവും. ഇനി ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഈ ആമുഖവും കഴിഞ്ഞ് ഗൗരവവും കഴിഞ്ഞ് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാലോ, വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യനല്ലേ ചിലപ്പോൾ പണക്കുണ്ടാവും. മനുഷ്യനാകുമ്പോൾ പണക്കുണ്ടാവും. അഥവാ പിണങ്ങിയാൽ ചെയ്യേണ്ട എന്താ?
അഥവാ പിണങ്ങിയാൽ ചെയ്യേണ്ടത് പിണക്കത്തിന്റെ തുടക്കത്തിൽ തന്നെ തൊലാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. ചാടിക്കേറി തൊലാക്ക് ചെല്ലാൻ ആരും അനുവദിച്ചിട്ടില്ല. ആദ്യമായി ചെയ്യേണ്ടതും അവസാനമായി ചെയ്യേണ്ടതും നിർണയിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ആദ്യം തന്നെ തൊലാക്കല്ല, 4 സ്റ്റെപ്പ് കഴിഞ്ഞ് 5ാം സ്റ്റെപ്പാ തൊലാക്ക്. ആ 4 സ്റ്റെപ്പ് കഴിഞ്ഞ് 5ാമത്തെ സ്റ്റെപ്പേ തൊലാക്ക്. 4 സ്റ്റെപ്പ് കൊണ്ട് വിഷയം തീരും. 1, കൃത്യമായി ഉപദേശം നടത്തുക, നല്ല മനസ്സോടൊന്നും സംസാരിക്കുക, വഅ്ളൂഹുന്ന. പിന്നെ പറയുന്നത് 2ാം സ്റ്റെപ്പ് വഹ്ജുറൂഹുന്ന ഫിൽ മദാജി, സഹശയനം വെടിയുക, മെന്റൽ ട്രീറ്റ്മെന്റാ. ഞാനിത് പരത്തി പറയുന്നില്ല. 3ാമത്തൊന്ന് ശാരീരിക ബന്ധം നിർത്തിവെക്കുന്നതോടൊപ്പം ശരിക്കും അവൾക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എല്ലാം വേണം. 3ാമത്തൊന്ന് വകുതി പോകുന്ന ചെറിയ ശിക്ഷയൊക്കെ നടപ്പാക്കാം, ചെറിയ ശിക്ഷ. 4ാമത്തേത് ഇതുകൊണ്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ വഹക്കമിന്നഖിലിഹി വഹക്കമിന്നഖിലിഹ, ഇരു കുടുംബത്തിലെയും പ്രതിനിധികളെ വിളിച്ച് പരസ്പരം ചർച്ച ചെയ്യാം. കാദിക്ക് വേണമെങ്കിൽ ഇതിൽ ഏർപ്പെട്ടുകൊണ്ട് നീതിമാന്മാരെ തെരഞ്ഞെടുത്ത് ഒരു കൗൺസിലിംഗ് നടത്താം. അപ്പൊ കാരണവന്മാർ വരെ ഇടപെട്ട് 2 കുടുംബം നീതിപൂർവ്വമാണ്. അവന്റെ കുടുംബത്തും വരും, ഇവന്റെ കുടുംബത്തും വരും. 2 കൂട്ടരും ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വിഷയം ചർച്ച ചെയ്തിട്ട് പരിഹരിക്കുമെങ്കിൽ അല്ലാഹു പറഞ്ഞു, ഈ യുരീദ ഇസ്ലാഹ, പടച്ചറബ് നന്മ ഉദ്ദേശിച്ചാൽ യുവഫിഖില്ലാഹു ബൈനഹുമാ, ആ 2 പേർക്കിടയിലും പടച്ചറബ് രഞ്ജിപ്പുണ്ടാക്കും. ഒന്ന് ചിന്തിക്കണേ എന്നെ കേൾക്കുന്നവർ. അള്ളാഹു രഞ്ജിപ്പുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ബന്ധം നിലനിർത്താതിരിക്കലല്ലേ നല്ലത്? പടച്ചറബ് യോജിപ്പിക്കും, അവൻ തൗഫീഖ് ചെയ്താൽ. ഇല്ലെങ്കിൽ പിന്നെ പിരിയലല്ലേ നല്ലത്? അവിടെ വെച്ച് പിരിയാതിരുന്നാൽ പിന്നെ സംഭവിക്കുന്ന ചിലപ്പോൾ അടുക്കളയിൽ സ്റ്റൗ പൊട്ടി ഭാര്യ മരിക്കലോ. അങ്ങനത്തെ ഒരു ഗടങ്ങേറിലേക്ക് പോകാതിരിക്കാൻ ഇസ്ലാം എന്ത് ചെയ്തു? മാനസികമായി അകന്നവർക്ക് പിരിയാൻ അവസരം കൊടുത്തു. 1 തൊലാക്ക്, 1 സ്റ്റെപ്പ് അങ്ങനെയാണ്, 1 തൊലാക്ക്. എന്നിട്ട് യുദ്ധകാലത്ത് സംരക്ഷിക്കാം, വേണമെങ്കിൽ മടക്കിയെടുക്കാം. അപ്പൊ 6ാമത്തെ സ്റ്റെപ്പ് പോയി. ഈ 6 സ്റ്റെപ്പ് ശരിക്കും പാലിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന് ആ ബന്ധം പിരിയേണ്ടി വരില്ല. ഇനി ഒരിക്കലും യോജിക്കാത്ത അത് പിരിയലല്ലേ നല്ലത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. യോജിക്കാൻ ഒരിക്കലും കഴിയാത്തത് പിരിയുക തന്നെ ചെയ്യും. ഇനി ഇങ്ങനെയൊക്കെ പിരിഞ്ഞാലും ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്ക്. 2011 കൃത്യമായൊരു സെൻസസ് രേഖ ഞാൻ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ആ സെൻസസ് രേഖയിൽ കൃത്യമായി പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് വിവാഹമോചിതകളായ സ്ത്രീകൾ ഹിന്ദു സമൂഹത്തിൽ 68%, മുസ്ലിം സമുദായത്തിൽ 33.3%. ഹിന്ദു സമൂഹത്തിൽ 68%, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ 33.3%. അപ്പൊ തൊലാക്ക് കൂടുതൽ മുസ്ലിങ്ങളിലോ അമുസ്ലിങ്ങളോ നിങ്ങൾ പഠിച്ചിട്ട് പറ. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേശപ്പുറത്തൊരു കണക്ക് വെച്ചു, പത്രത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ അവസ്ഥ, ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് കൂടിയുള്ള കണക്കാണ്. ഗവൺമെന്റിനെ കൊണ്ട് തൊലാക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. 12,386 വിവാഹമോചനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒരു കൊല്ലത്തിനടുത്ത്. 12,386 വിവാഹമോചനം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞുപോയി. അതിൽ കൊല്ലം ജില്ലയിൽ 1783, തിരുവനന്തപുരത്ത് 1386, എറണാകുളത്ത് 1914. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറത്തോ 398. മേക്കിട്ട് കയറും മുമ്പ് കണക്കൊന്ന് പഠിക്കണം എന്ന് ഞങ്ങൾ പറയാറുണ്ട്. മുസ്ലിം സമൂഹത്തിൽ വിവാഹമോചനം കുറവാണ് എന്നാണ് തെളിയിക്കുന്നത്. ഇനി ഇന്ത്യ മഹാരാജ്യത്തുനിന്നല്ല, എവിടെയാണെങ്കിലും ശരി, ഏത് പൊന്നും കൊടുത്തിന് വിവാഹം കഴിച്ചാലും വിവാഹം നല്ല നിലക്ക് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം വന്നാൽ ആരും വിവാഹമോചനം നടത്തും. ഇപ്പൊ നമുക്കിടയിൽ വലിയ സമ്പന്നരും സൗകര്യവും ആസ്വാദ്യകരമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് സിനിമാ നടന്മാർ. ഈ സിനിമാ നടന്മാർ വിവാഹം കഴിച്ചിട്ട് എന്റെ വിവാഹമോചനം ഉണ്ടായത്? ഒരിക്കലും വിവാഹമോചനം നടത്താൻ പാടില്ലല്ലോ. കേരള നിയമസഭയിൽ തന്നെ പ്രധാനപ്പെട്ട ചില മെമ്പർമാർ വിവാഹം കഴിച്ചിട്ട് മാറ്റിയില്ലേ? മുകേഷില്ലേ, ഗണേഷില്ലേ, അവർ വിവാഹം കഴിച്ച് പിരിഞ്ഞില്ലേ? പ്രിയദർശൻ പിരിഞ്ഞില്ലേ? ദിലീപ്, ജയൻ, മനോജ്, ബാല, അതുപോലെ നിശാന്ത്, സായികുമാർ, ഞാൻ എണ്ണണോ? എടുത്ത് സിബികുമാരുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം. നിങ്ങൾ എണ്ണിക്കോളൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ എണ്ണിക്കോ, ഞാൻ പറയാം. ആണ് മഞ്ജു വാര്യർ, ഉർവശി, ഗൗതമി, കാവ്യമാധവൻ, സുകന്യ, ശാന്തികൃഷ്ണ, പ്രിയാരാമൻ, ഇനി വേണോ? നിങ്ങൾ എണ്ണിക്കോ. ഒന്നും മുത്തലാഖ് കൊണ്ട് പിരിഞ്ഞു പോയതല്ലല്ലോ. മുത്തലാഖിന്റെ പ്രശ്നമല്ല. പിന്നെന്താ? അവർക്ക് അവരുടെ ഭർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അവർ പിരിഞ്ഞുപോയി. ഇത് സ്വാഭാവികമല്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? തൊലാഖ് ചെല്ലുന്നതിന് ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് ആരും കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. ഇത് പറഞ്ഞൊരു സമൂഹത്തിന് അപമാനിച്ചിട്ടും ഫലമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളും മുൻ മുഖ്യമന്ത്രിയുടെ മകളും വിവാഹമോചിതരായി. UDF മുഖ്യമന്ത്രിയുടെ മകൾ വിവാഹമോചിതരായി, വേറെ വിവാഹം കഴിച്ചു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വിവാഹമോചനത്തിന് പെറ്റീഷൻ കൊടുത്തു തിരുവനന്തപുരത്ത്. അത് എവിടെ പ്രസംഗിച്ചപ്പോ സ്പീഡിൽ പിന്നിൽ ആളുടെ പറഞ്ഞപ്പോ ഭാര്യ നയിപ്പോയി, അത് വിവാദമാക്കി ചില ആൾക്കാർ.
വിവാദം മാത്രം തേടി നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇത് പറയുന്നത് മുഖ്യമന്ത്രിയെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെയോ സമൂഹത്തോടെ അപമാനിക്കാനല്ല. നമ്മളിത് പറയുന്നത് സാമാന്യവൽക്കരിക്കുക. വിവാദമുണ്ടോ യോജിച്ചു പോകാഞ്ഞാൽ വിവാഹമോചനം ഉണ്ടാവും, അത് ഉറപ്പാ. വിവാഹമുള്ളിടത്ത് വിവാഹമോചനം ഉണ്ടാകുമ്പോൾ ഏത് പൊന്നും കൊടുത്ത് കിട്ടിയാലും ശരി, വിവാഹമോചനം നടത്തേണ്ട ഘട്ടം വന്നാൽ അത് ചെയ്യും ആരും. അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല അമുസ്ലിങ്ങളിലുമുണ്ട്, എല്ലാ വിഭാഗത്തിലുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉപദേശം കൊടുത്ത ആളാണ് ബെർട്രാൻഡ് റസൽ. ബെർട്രാൻഡ് റസൽ ലോകത്ത് മാരേജ് ആൻഡ് മോറൽസ് എന്നൊരു വലിയ കിതാബ് എഴുതിയിട്ടുണ്ട്. ഞാനത് അങ്ങനെ തന്നെ പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട പുസ്തകമാണത്, ബെർട്രാൻഡ് റസലിന്റെ മാരേജ് ആൻഡ് മോറൽസ്. ഒരു ഭാഗം പറഞ്ഞ നല്ല പുസ്തകമാണ്, നല്ലതിന് ദോഷമുണ്ടാവുമല്ലോ. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞു, വേർ എ മാരേജ് ഈസ് ചൈൽഡ്ലെസ്, ഒരു വിവാഹത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകാത്ത ഗതി വന്നാൽ ഡൈവോഴ്സ് മേ ബി ഓഫൺ ദ റൈറ്റ് സൊല്യൂഷൻ. വിവാഹമോചനം തന്നെയാണ് ശരിയായ പരിഹാരം എന്ന് ഞാൻ കാണുന്നു എന്ന് ബെർട്രാൻഡ് റസൽ പറയാം. ഇസ്ലാം പറഞ്ഞു ശരിയായ പരിഹാരം അതല്ല. ആ പെണ്ണിന് കുഞ്ഞുങ്ങളില്ലാത്തൊരു ഗതിയാണെങ്കിൽ ചെയ്യേണ്ട എന്താ, അവളെ നിർത്തിയിട്ട് വേറൊരു പെണ്ണ് കെട്ടിയിട്ട് ഇക്കുട്ടികളെ കൊണ്ട് അവൾ കൂടി സംരക്ഷണം നോക്കുന്ന കുടുംബജീവിതം നയിക്കണം. അതാണ് ബഹുഭാര്യത്വം. അതാണ് ബഹുഭാര്യത്വം. ആ ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാമിനെ അപമതിച്ചില്ല ചില ആളുകൾ. ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാ, തന്റെ ഭാര്യയ്ക്ക് രോഗം വന്നാൽ അവളെ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഘട്ടം വന്നാൽ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കേണ്ട ഗതി ഒരു പുരുഷന് വരും. എന്താ കാരണം, ഒരു നിലത്തും പുരുഷൻ പരസ്ത്രീ ഗമനം നടത്താൻ പാടില്ല. അന്യ പെണ്ണിനെ തേടി ഒരു പുരുഷൻ ഒരിക്കലും പോകാൻ പാടില്ല. അവൻ വിവാഹം കഴിച്ച് മഹർ കൊടുത്ത് തീറ്റിപ്പോറ്റി വസ്ത്രം കൊടുത്ത് അവകാശം സംരക്ഷിച്ച് അവന്റെ കൂടെ നിർത്തി കുഞ്ഞുങ്ങൾക്ക് സ്വത്തവകാശം കൊടുത്ത് കൊണ്ടു നടക്കണം. ചില മതത്തിൽ ഭാര്യ സമ്മതിച്ചാൽ പെണ്ണ് വേറെ കെട്ടാം, പക്ഷെ ആ പെണ്ണിന് ഭാര്യയുടെ സ്ഥാനമുണ്ടാകില്ല, സ്വത്തവകാശം ഉണ്ടാവില്ല. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിക്ക് 3 ഭാര്യമാരുണ്ട്. പത്മാവതി മാത്രമാണ് ഭാര്യ. ദയാലു അമ്മാളെക്കുറിച്ചും രാജാത്തി അമ്മാളെക്കുറിച്ചും ചോദിച്ചാൽ അത് ആരാന്ന് ചോദിച്ചാൽ അത് മക്കൾ അമ്മയെന്നേ പറയുള്ളൂ, ഭാര്യ എന്ന് പറയില്ല. ഈ ഭാരത്ത് വേറെയാ. അതങ്ങനെ പറ്റൂ. ഭാര്യ ഒന്നേ ഉള്ളൂ, ഒന്നേ പറ്റൂ. ഇസ്ലാമിന് 4 വരെ പെണ്ണ് കെട്ടാം. അത് തന്നെ നീതി പാലിക്കുന്നുവെങ്കിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു രാജാവ് ഭരണാധികാരി തന്റെ ഭാര്യയും കൂട്ടി വന്നുകൊണ്ട് ചോദിച്ച സംഭവം താരീഖിലുണ്ട്. മഹാനായ ഭരണാധികാരി വന്നിട്ട്, ഭരണരംഗത്ത് പ്രഗത്ഭനായ ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം അവരോട് ചോദിച്ചു, ഒരു പുരുഷൻ എത്ര വരെ പെണ്ണ് കെട്ടാം? ഇമാം പറഞ്ഞു 4 വരെ ഒരു സമയത്താകാം. ഇതങ്ങ് കളഞ്ഞ മാത്രയിൽ, ഇത് കേട്ട മാത്രയിൽ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നീ കേട്ടില്ല? ഇമാം പറഞ്ഞു, ശരിക്ക് കേട്ടോ, ഒരാൾക്ക് 4 പെണ്ണ് വരെ കെട്ടാൻ കേട്ടോ. ഇത് ഇമാമിനെ കേൾക്കെ തന്നെ ഇയാൾ ഭാര്യയോട് പറഞ്ഞപ്പോ ഇമാം അയാൾ വിളിച്ചു, നിങ്ങൾക്കൊരു പെണ്ണെ കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇയാൾ ചോദിച്ചു, നിയമം എങ്ങനെ പെട്ടെന്ന് മാറിയത്? ഇമാം പറഞ്ഞു, വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, ഭാര്യമാർക്ക് നീതി പുലർത്താത്ത പക്ഷം, നീതി പുലർത്താൻ ഭയപ്പെടുന്ന പക്ഷം ഒന്നേ പറ്റൂ. നിങ്ങൾ ഇത് പറഞ്ഞപ്പോ മനസ്സിലായി, നിങ്ങൾ കിട്ടുന്ന ഇവിടെ പാഠം പഠിപ്പിക്കാൻ അത് പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നേ പറ്റൂ. അതെന്താണ് ഇസ്ലാമിന്റെ നിയമം. തോന്നിയ പോലെ വിവാഹം കഴിക്കാൻ പറ്റില്ല. 4 ഭാര്യമാരെ ഒരേ തരത്തിൽ അവർക്ക് കൊടുക്കേണ്ട അവകാശം കൊടുത്തിരിക്കണം. സ്വഹാബത്ത് ചോദിച്ചല്ലോ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഅതിയഹുന്ന, നിങ്ങൾക്കുള്ള ഹക്ക് അഥവാ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഹക്ക് എന്താണ്? നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഹക്ക് കൃത്യമായി അവരോട് നിങ്ങൾ പാലിക്കേണ്ട ഹക്ക് ഫീ ത്വആമിഹിന്ന ഫീ കിസ്വതിഹിന്ന, ത്വആമിലും കിസ്വത്തിലും ഒക്കെ നിങ്ങൾ അതിന്റെ മാന്യത പാലിക്കണം. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനൂഹുന്ന ഫീ കിസ്വതിഹിന്ന വഫീ ത്വആമിഹിന്ന, കിസ്വത്തിലും ത്വആമിലും ഭക്ഷണ വസ്ത്രാദി കാര്യങ്ങളിൽ അൻ തുഹ്സിനൂഹുന്ന, അവരോട് നിങ്ങൾ മാന്യമായി നല്ല നിലക്ക് പെരുമാറണം. നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, അത് ബാധ്യതയാണ്. വലഹുന്ന മിഥുലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് എന്ത് അവകാശമാണോ നിങ്ങൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്, അതേപോലെ നിങ്ങളിൽ നിന്ന് അവർക്കും മഅറൂഫ് കിട്ടണം. മാന്യമായ പെരുമാറ്റം നിങ്ങൾ കൊടുക്കണം. പരിശുദ്ധ തിരുദൂതർ കൃത്യമായി പഠിപ്പിച്ചു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഒരു കുടുംബനാഥൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാ അക്രമഹുന്ന ഇല്ലാ കരീം, മാന്യൻ മാത്രമേ പെണ്ണിനെ മാനിക്കുള്ളൂ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ മാന്യമായി പോറ്റുന്നവൻ മാന്യനാ. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ മോശമാക്കുന്നവൻ നീചനാണ്. അവനെ കെട്ടിക്കൊണ്ടുവന്ന പാവം പെണ്ണ് അടിച്ചാലും എന്ത് ചെയ്താലും അവൾ കൊള്ളും, കേൾക്കും. പാവം വേറെ ഗതിയില്ലല്ലോ. ഇന്നിപ്പോ പീഡനത്തിന് കേസെങ്കിലും കൊടുക്കാം, എന്നാലും അവിടെ തന്നെ മാനം കിടും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്വന്തം പെണ്ണിനെ പീഡിപ്പിക്കുന്നവൻ ലഈമാണ്, നീചനാണെന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇസ്ലാമിന്റെ സ്ത്രീ അത്ര പവിത്രമാണ്.
പരിശുദ്ധ പ്രവാചകർ പെണ്ണിന് വലിയ പദവിയാണ് കൊടുത്തത്. അപ്പോഴും പറയും ചില ആളുകൾ, മുസ്ലിങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഒരിക്കലും തുല്യതയില്ല, പെണ്ണ് പെണ്ണാണ്, ആണ് ആണാണ്, രണ്ടും രണ്ടാണ്. ഞങ്ങൾ പറയുന്നു പെണ്ണുമാണ് ഒന്നാണ്, നാണയത്തിന്റെ രണ്ട് വശമാണ്, ബസിന്റെ രണ്ട് ടയറാണെന്നൊക്കെ പറയും. ഈ പറയുന്നവരോട് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കട്ടെ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ അന്തരം ഇല്ലാതെയാക്കി അവരെ പുരുഷനെ പോലെ ആക്കലല്ല സമത്വം. പെണ്ണിന് ഇസ്ലാം കൽപ്പിച്ച പദവി വേറെ, ആണിന് ഇസ്ലാം കൽപ്പിച്ച പദവി വേറെ, രണ്ടും രണ്ടാണ്. ആണുങ്ങൾക്ക് ഇസ്ലാം കുടുംബത്തിന്റെ ആധിപത്യം കൊടുത്തു, അതാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. വേറൊരായത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വലിർരിജാലി അലൈഹിന്ന ദറജ. നേതൃത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, ലീഡർഷിപ്പ്, അത് പുരുഷൻ തന്നെയാണ്. അതെല്ലാ മതക്കാരും അങ്ങനെ അംഗീകരിക്കുന്നത്, അത് പ്രകൃതി പോലും അങ്ങനെയാ പറയുന്നത്. ഉദാഹരണമായി നിങ്ങൾ നോക്കുമ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അന്തരം, നിങ്ങളൊരു ഡോക്ടറെ സമീപിക്ക്. ഇവിടെ ഈ കേട്ടു നിൽക്കുന്ന കൂട്ടത്തിൽ ബിഷപ്പുരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമല്ലോ. ഞാൻ ചോദിച്ച് മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടാ പറയുന്നത് ഈ വിഷയത്തിൽ. നമ്മൾ ഏത് വിഷയം പഠിച്ചാൽ കിട്ടാത്തില്ലല്ലോ. ഒരു പ്രസവത്തിൽ വരുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ ബ്രെയിൻ ആണും പെണ്ണുമാണെങ്കിൽ പെണ്ണിന്റെ ബ്രെയിനിന്റെ തൂക്കം ആണിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. സാധാരണ ഉയരം പരിശോധിച്ച് നോക്കുക മനുഷ്യരെ, സ്ത്രീകളും പുരുഷനും തമ്മിൽ. സാധാരണ നോർമൽ സ്റ്റേജിൽ പുരുഷന്റെ ഹൈറ്റിനേക്കാൾ സ്ത്രീയുടെ ഹൈറ്റ് കുറയും, പുരുഷന്റെ ഹൈറ്റിനേക്കാൾ സ്ത്രീയുടെ വെയിറ്റ് കുറയും. എന്റെ കൃത്യ കണക്കൊക്കെ ഉണ്ട്, ഞാൻ സമയം കളയാതിരിക്കാം. ഇപ്പൊ ബ്ലഡ്, നമ്മുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ്, ഒരു ആവറേജ് പുരുഷന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെയാണ്. അപ്പൊ അത്യാവശ്യമൊക്കെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ ഒന്ന് ഊറ്റിയാൽ ചിലപ്പോൾ 5 ലിറ്റർ 6 ലിറ്റർ ഒക്കെ കിട്ടും. അങ്ങനെ മദാഹിന്റെ കുട്ടി ചിലപ്പോൾ കൂടുതൽ കിട്ടുമോ കൂട്ടണ്ട. അപ്പൊ നമ്മൾ ശരിക്കും 5 മുതൽ 6 ലിറ്റർ വരെ ഒരു പുരുഷന് കിട്ടും. ഒരു സ്ത്രീക്ക് 4 ലിറ്റർ മുതൽ 6 ലിറ്ററേ കിട്ടൂ. അതെന്താ? അത്രയും കൊടുത്തിനോട് പഠിച്ചോ, ഈ പെണ്ണ് കൊടി പിടിച്ചിട്ട് എനിക്കെന്താ 1 ലിറ്റർ കുറവെന്ന് പഠിച്ചോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് അത്രയേ ഉള്ളൂ. മെഡിക്കൽ സയൻസ് അങ്ങനെ പറയുന്നത്. ഒരു പുരുഷന് ഒരു ദിവസത്തിൽ ആവശ്യമായ ഊർജം, കലോറി 2000 മുതൽ 3000 വരെയാണ്. ഒരു സ്ത്രീക്ക് അത്ര വേണ്ട, അവൾക്ക് മാക്സിമം 2400 മതി. മാക്സിമം പുരുഷന് 3000 മുതൽ 4000 വരെ വേണം. അപ്പൊ ഈ അവസ്ഥയിൽ സ്ത്രീയും പുരുഷനും അന്തരമുണ്ടെങ്കിൽ ശരി, ഇത് ലോകം അംഗീകരിച്ച കാര്യമാണ്. എന്റെ ഹിന്ദു സുഹൃത്തുക്കൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ശബരിമലയിലേക്ക് സ്ത്രീയെ കേട്ടണോ കേട്ടണ്ടായോ എന്ന്. അപ്പൊ സ്ത്രീയെ കേട്ടണമോ കേട്ടണ്ടയോ എന്നൊരു ചർച്ച വരുമ്പോൾ സ്ത്രീയും പുരുഷനും വ്യത്യാസം ഉണ്ടെന്നായില്ലേ? കേറണോ കേറണ്ടെന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയില്ല, കാരണം ഞങ്ങൾക്ക് അതിന് അധികാരമില്ല. അമ്പലത്തിൽ എവിടെ സ്ത്രീ കയറണം കയറരുത് എന്ന് പറയേണ്ടത് ഹൈന്ദവ മതത്തിലെ ആചാര്യന്മാരും നേതാക്കളുമാണ്. അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. ഇപ്പൊ ഇന്ന് ഏതോ കോടതിയുടെ വിധി വന്നു എന്ന് കേട്ട് ഞാൻ ഡീറ്റെയിൽ പഠിച്ചിട്ടില്ല. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കയറാമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞു. കോടതി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ എതിർക്കുന്നില്ല. കാരണം എന്താ? ഒരു ക്ഷേത്രത്തിൽ പെണ്ണ് എങ്ങനെ കയറണം കയറരുത് എന്ന് പറയേണ്ടത് ആ മതത്തിന്റെ ആചാര്യന്മാരാണ്. അതൊന്നും കോടതിയിൽ കയറേണ്ട വിഷയമല്ല. ഒരു കോടതി ഇങ്ങനെ പറയും, വേറൊരു കോടതി അങ്ങനെ പറയും. മതത്തിന്റെ നിയമം മതത്തിന്റെ ആചാര്യന്മാരാണ് പറയേണ്ടത്. അതിനെന്താ തർക്കം? അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന വിഷയം മനസ്സിലാക്കണം, സ്ത്രീ പുരുഷ സമത്വം ഒരു മതത്തിലും ഇല്ല. എന്നാൽ സ്ത്രീകൾക്ക് പദവി എല്ലാത്തിലുമുണ്ട്. കാരണം സ്ത്രീക്ക് അമ്പലത്തിൽ കയറാമോ ഇല്ലയോ എന്ന ചർച്ച വരുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട എന്താ? ഇനി ഈ ക്രൈസ്തവ ദർശനത്തിൽ എന്താ വലിയ സമത്വം പറയുന്ന ആളുകൾ ചിന്തിക്കട്ടെ. ക്രൈസ്തവ സമൂഹത്തിന്റെ ലോകത്തെ മത മേലധികാരി എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ അവരുടെ മേലധ്യക്ഷനാണ്. പോപ്പ് എന്നാണ് പറയാ മാർപ്പാപ്പ മലയാളത്തിൽ. മലയാള ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, അനാദരവായി കാണരുത്. ലോകത്ത് ഇനി ഒരു മാർമാമ വരുന്ന ദിവസം ഉണ്ടാകുമോ? എന്താ കാരണം? ഒരു പെണ്ണിന് ആ സീറ്റിൽ ഇരിക്കാൻ യോഗ്യതയില്ല. അത് രണ്ടാണ്. അധികാര സ്ഥാനത്തിരിക്കേണ്ട പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആ മതത്തിന്റെ നിയമമാണ്. നമ്മളതിൽ അഭിപ്രായം പറയാം. എന്റെ ഒരു പെണ്ണിനെ മാർപ്പാപ്പയാക്കത്ത് ചോദിക്കാൻ പാടുണ്ടോ? ഇനി ഈ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ലോകത്തെ ഭൗതികന്മാരുടെ കാഴ്ചപ്പാടെന്താ? സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഒരു സംഘടനയാണ് വേൾഡ് എക്കണോമിക് ഫോറം. കേന്ദ്രം സ്വിറ്റ്സർലൻഡാണ്. അവർ 144 രാജ്യങ്ങളിൽ പഠനം നടത്തി. വെറും പഠനമല്ല, 5 കാര്യങ്ങൾ ബേസ് ചെയ്ത് ഡാറ്റ ബേസ്ഡ് സ്റ്റഡി എന്ന് പറയാം. 5 ഡാറ്റകൾ വെച്ച് പഠിച്ചു. 5 ഡാറ്റകൾ: വിദ്യാഭ്യാസം, തൊഴില്, അതുപോലെ തന്നെ ആരോഗ്യം, സമ്പത്ത്, രാഷ്ട്രീയം. ഈ 5 വിഷയങ്ങൾ വെച്ചിട്ട് പഠിച്ച പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് എന്താ? പഠനത്തിന്റെ സ്ത്രീയും പുരുഷനും തുല്യരാണോ? ഈ 5 മാനദണ്ഡങ്ങൾ വെച്ച് അവർ പഠിച്ചിട്ട് 144 രാജ്യത്തെ പ്രതിനിധികൾ പോയി അരിച്ച് പെറുക്കി പഠിച്ചിട്ട് പറഞ്ഞത് സ്ത്രീ പുരുഷ സമത്വം 170 കൊല്ലത്തേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. 170 കൊല്ലത്തേക്ക് ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. 170 കൊല്ലം എന്നുള്ളത് ഒരു കൊല്ലം പറഞ്ഞതാണ്. ഖിയാമത്ത് നാൾ വരെ പ്രതീക്ഷിക്കാനെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്ത് ഏറ്റവും സ്ത്രീകൾ പാർലമെന്റിൽ മെമ്പർമാരായിട്ടുള്ളത്, പാർലമെന്റിലെ മെമ്പർമാർ സ്ത്രീകൾ ഭൂരിപക്ഷം. റുവാണ്ട
ആ രാജ്യത്ത് വരെ സമത്വം ഇതുവരെ വന്നിട്ടില്ല. ഇത് പത്രത്തിലുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പത്രം വായിക്കുന്ന ആളുകളെ പത്രത്തിലുണ്ടായിരുന്നു. അടുത്ത ദിവസം പത്രത്തിലുണ്ടായിട്ട് ഈ വിഷയം ശരീരത്തെ വിവാദം കത്തുന്നതിന്റെ ഒരാഴ്ച മുമ്പ്. പക്ഷെ നിങ്ങൾ ബാങ്കിൽ ക്യൂ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇത്? ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുന്ന ആളുകൾ ഇസ്ലാമിക ശരീരത്തിനെ കൊച്ചാക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചതും വേറെ ചില കാഴ്ചപ്പാടുകളും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ പവിത്രതയാണ് സ്ത്രീക്ക് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. വളരെ കൃത്യമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഔസ് സന്ദർഭത്തിൽ വിവാഹമോചനത്തിന്റെ മറ്റൊരു രൂപം, ഈ പെണ്ണ് പ്രയാസപ്പെട്ട് പരാതിപ്പെട്ട് നബിത്തങ്ങളുടെ അടുത്ത് വന്നു. ആ പെണ്ണ് പരാതി പടച്ച റബ്ബിലേക്ക് ഉയർത്തി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഒരു അധ്യായം തന്നെ ഇറക്കി. അതാണ് സൂറത്തുൽ മുജാദല. അതിന് ആദ്യത്തെ ആയത്ത് തന്നെ പെണ്ണിന് വേണ്ടിയിട്ടാ. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ്. അള്ളാഹുവിനോട് പരാതിപ്പെട്ട തന്റെ ഭർത്താവിനെതിരെ പറഞ്ഞ ഭർത്താവിന്റെ പ്രവർത്തനത്തിൽ പടച്ചറബിനോട് പരാതിപ്പെട്ട പെണ്ണിന്റെ പരാതി പടച്ചറബ് സ്വീകരിച്ചിരിക്കുന്നു. തൊലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിന്റെ പരാതി പടച്ചറബ് സ്വീകരിച്ചതിന്റെ ആയത്തിറക്കിയ മതമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് പരിശുദ്ധ ദീൻ. ചിന്തിക്കണം നിങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തും ലോകത്തും സ്ത്രീകളുടെ അവസ്ഥ നോക്ക് നിങ്ങൾ. പെണ്ണുങ്ങളെ കുറിച്ച് വേദനയുള്ള ആളുകൾ, കണ്ണീരൊപ്പുന്നവർ, ഒപ്പ് ശേഖരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാം ഒരു പെണ്ണ് സുരക്ഷിതയാണ്. ഇനി ഒരു പെണ്ണിനെ ഇതൊക്കെ പറഞ്ഞിട്ട് തൊലാഖ് ചൊല്ലാൻ തന്നെ തീരുമാനിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അതിന് പ്രകടവും യുക്തവുമായ കാരണം വേണം. ആ പെണ്ണിനെ തൊലാഖ് ചൊല്ലി അയക്കുമ്പോ വ്യക്തമായ കാരണം നിന്റെ കയ്യിലില്ലെങ്കിൽ തൊലാഖിന്റെ വാചകം നീ ഉച്ചരിക്കുമ്പോ പടച്ച റബ്ബിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, വഇൻ അസമു തൊലാഖ്. നീ തൊലാഖ് ചെല്ലാൻ നിശ്ചയിച്ചാൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം. ഖുർആൻ ആയത്ത് ഫഇൻ അസമു തൊലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. നീ തൊലാഖ് ചെല്ലാൻ ഉറച്ചാൽ അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനും. എന്തിനാ അവിടെ അത് പറയേണ്ട കാര്യം? എന്തിനാ അവിടെ അത് പറയേണ്ട കാര്യം? കാണുന്നവനുമാണ്, സമീഉൻ അലീം. കേൾക്കുന്നവനും അതുപോലെ തന്നെ അറിയുന്നവനുമാണ്. കേൾക്കുന്നവനും അറിയുന്നവനും. എന്താ പറയേണ്ട കാര്യം? നീ എങ്ങാനും ഈ പെണ്ണിനെ പീഡിപ്പിക്കാനും ന്യായമില്ലാതെയുമാണ് ഈ ഏർപ്പാട് ചെയ്യുന്നതെങ്കിൽ നീ നാളെ പ്രതിക്കൂട്ടിലാണെന്ന് അതിന്റെ അർത്ഥം. അള്ളത് നോക്കുന്നുണ്ട്. മാത്രമല്ല അപ്പൊ തന്നെ പരിശുദ്ധ തിരുത്തൂർ പഠിപ്പിച്ചെന്താ? അബൂദുൽ ഹലാലാണ്, ചെയ്യാതിരിക്കലാ നല്ലത്. അനവധനീയ ഇസ്ലാമിക വൃത്തിയിൽ വെച്ച് ഏറ്റവും പടച്ചോന് ദേഷ്യമുള്ളതാണ്. ഇനി അഥവാ നീ തൊലാഖ് ചെല്ലാന്നിരിക്കുക, എന്നാൽ യഹ്തസുബിഹി അർശുർ റഹ്മാൻ, പടച്ച റബ്ബിന്റെ സിംഹാസനം പ്രകമ്പനം കൊള്ളും. ഇതിലപ്പുറം എന്താ പറയേണ്ടത്? ഒരു വ്യക്തി ഒരു പെണ്ണിനെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാതിരിക്കലാണ് നല്ലത് എന്നല്ലേ ഇതിന്റെ തെളിവ്? എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടും ഇസ്ലാമിന്റെ തൊലാഖിനെ കുറിച്ച് ചാടിക്കേറി പറയുന്നു. എന്നാൽ വേറെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇവിടെ ആർക്കാ പരാതിയില്ലാത്തത്? നമ്മുടെ സമൂഹം നോക്ക്. ഈ ഇസ്ലാമിലെ തൊലാഖിനെ എടുത്തു ധരിച്ചുകൊണ്ട് തൊലാഖ് നിരോധിക്കണമെന്നും ബഹുഭാരത്വം നിരോധിക്കണമെന്നും പറയുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങൾ മാംസം വിറ്റ് കഴിയുന്ന മെട്രോപൊളിറ്റൻ സിറ്റികളിലെ ഇന്ത്യയില് വേശ്യാവൃത്തിക്ക് ലൈസൻസ് കൊടുത്ത നാടാ നമ്മുടെ നാട്. വേശ്യകൾക്ക് സംഘടനയുള്ള നാടാ നമ്മുടെ നാട്. കേരളത്തിൽ വരെ ഒരു വേശ്യ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയമുള്ള നാടായത്. ഒരു പെണ്ണിന്റെ അന്ത്യുറക്കത്തിലെ രംഗങ്ങൾ, അവളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയവരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയവരും ട്രെയിനിൽ കൊണ്ടുപോയവരും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുപോയവർ ആരൊക്കെ എന്ന് പേര് പറയാതെ വളരെ മനോഹരമായ അവളെ ലൈംഗിക അനുഭവങ്ങളുടെ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചു. വലിയൊരു പുസ്തകാലയം കേരളത്തിൽ. നിങ്ങൾ എതിർത്തോ? പെണ്ണിന്റെ മാനം കളഞ്ഞ് തെമ്മാടിത്തം അക്ഷര രൂപത്തിൽ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് ആരെങ്കിലും എതിർത്തോ? പറ. നിങ്ങൾ ആ പുസ്തകാലയത്തിന് മുമ്പിൽ ഒരു സമരം നടത്തിയോ? നിങ്ങൾ എന്റെ കയ്യിൽ ഞാൻ വാങ്ങി വായിച്ചു ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനല്ല വായിച്ചത്, വിമർശിക്കാനാണ് വായിച്ചത്. വൈകുന്നേരമായാൽ കല്ല് കുടിച്ച് കണ്ണ് തുറപ്പിച്ച് പെണ്ണ് ക്യാബറെ ഡാൻസ് നടക്കുന്ന ആസ്വദിക്കുന്ന സമ്പന്ന വർഗമുണ്ട് ഇവിടെ, ഉദ്യോഗസ്ഥ വർഗമുണ്ട് ഇവിടെ. ആരാൻ മുമ്പിൽ തുണി അടിച്ചിട്ടാടുന്ന തെമ്മാടിത്തത്തിന് ക്യാബറ എന്ന് പേരിട്ടാൽ ആ വൃത്തികേട് നമ്മുടെ നാട്ടിൽ നിർത്തിവെക്കാൻ നിങ്ങൾ പോയിട്ട് അതിന്റെ മുമ്പിൽ ഒരു ഒപ്പുശേഖരണം നടത്താൻ തയ്യാറുണ്ടോ? ഇസ്ലാമിക ശരീരത്തിൽ ഒരു ഒപ്പുശേഖരണം നടത്താൻ വരുന്നവരോടാണ് ചോദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ എന്തെല്ലാം വൃത്തികേട് നടക്കുന്നുണ്ട്. അതിനെതിരെ ശബ്ദിക്കുന്നതിന് പകരം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് കടയുടെ മുമ്പിൽ നിർത്തിയിട്ട് ആണുങ്ങളെ ആകർഷിക്കുന്ന കച്ചവടത്തിന്റെ തന്ത്രം സമ്പന്നന്മാരെ പയറ്റുമ്പോ അത്തരം പിആർഒമാരും അത്തരം റിസപ്ഷനിസ്റ്റുകളുമുള്ള സ്ഥാപനത്തിലേക്ക് ഒരു മാർച്ച് നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ പെണ്ണുങ്ങളെ സംരക്ഷണത്തിനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇസ്ലാമിനെ അപമാനിക്കാനാണ്. പെണ്ണ് വളരെയധികം മോശമായി ചിത്രീകരിക്കപ്പെടുന്ന കമ്പോള സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ അതിനെ എതിർക്കുന്നില്ല. ഇസ്ലാമിൽ ഒരു പെണ്ണിന് പവിത്രതയുണ്ട്, അത് പൊളിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. മുസ്ലിം പെണ്ണ് പർദ്ദ ഇട്ടാൽ നിങ്ങൾക്ക് പരാതി. അതേസമയത്ത് മദർ സുപ്പീരിയർ പർദ്ദ പോലത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് ജോലിക്ക് പോയാൽ പരാതിയില്ല.
ഈ ഒരു വ്യത്യസ്ത സംസ്കാരം അതാ ഞങ്ങൾക്ക് സഹിച്ചുകൂടാത്തത്. ഒരു സാഹിബ് വന്നിട്ട് എറണാകുളത്ത് വിവാഹം കഴിച്ചാൽ വിദേശത്ത് മുട്ടിട്ട വിവാഹം, കോഴിക്കോട് നിന്ന് ഒരു അറബി കല്യാണം കഴിച്ചാൽ അറബി കല്യാണം, ബഹളം. കോഴിക്കോട് ഗാന്ധി സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ വളരെ മനോഹരമായിട്ടൊരു കല്യാണം നടത്തി കൊടുത്ത ഒരു പെണ്ണിനെ ബഹളം വെച്ചു. ചാനലിൽ വാർത്ത വന്നു, അറബി കല്യാണം. ആ പെണ്ണ് തന്നെ ഹാജരായിട്ട് ചാനലിൽ മറുപടി പറഞ്ഞു, എനിക്കിതുവരെ വിവാഹമില്ലായിരുന്നു, എന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ അഫിഡവിറ്റ് ഉണ്ടാക്കി കൃത്യമായിട്ട് വിവാഹം കാതേറി നടത്തിയിട്ടുള്ളത്, ചിറ്റിപ്പോയത്. സാഹിബ് പെണ്ണ് കെട്ടി എത്ര പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് കുമരകത്തിട്ട് പോകുന്നു നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? സാഹിബുമാർക്ക് ആസ്വദിക്കാൻ വേണ്ടി കുമരകത്തൊക്കെ ബോട്ടുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? കായലിലൂടെ ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ട്, കള്ളുകുടിയുടെയും വ്യഭിചാരത്തിന്റെയും തമ്മാടുത്തതിന്റെയും കൂട്ടരത് വേമ്പനാട്ടുകാരിൽ പോയി നോക്ക. വൈകുന്നേരമായാൽ തമ്മാടുത്തം ഹൗസ് ബോട്ട് നടത്തുന്നത് കണ്ടിട്ട് നോക്കി നിൽക്കുന്ന പെണ്ണുങ്ങള്, നിങ്ങൾ വലിയ സാംസ്കാരിക സംഘടനകളിൽ അവിടെ പോയി സമരം ചെയ്യേ, പെണ്ണിന്റെ മാനം കാക്ക്. നിങ്ങൾ ഇസ്ലാമിക ശരീരത്തിന്റെ മേക്കിട്ട് കയറാൻ വരുന്ന എന്തടിസ്ഥാനത്തിലാണ്? ഈ ശരീരത്തിൽ ഈ പെണ്ണിനോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? മാന്യമായ സ്ഥാനം പെണ്ണിന് കൽപ്പിച്ചു കൊടുത്തതോ? ഒരു പെണ്ണിനെ പിരിച്ചുവിടുന്ന സമയത്ത് ഒരു തരി സ്വർണം അങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പാടില്ല. പെണ്ണിന് പവിത്രമായ സ്ഥാനം കൊടുത്ത പരിശുദ്ധ ദീൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഖൈറു മതാഇ ദുനിയ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്നാണ് പറഞ്ഞത്. മലയാള കവി പറഞ്ഞതോ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നാണ് പറഞ്ഞത്. പെണ്ണുകൊണ്ടും സ്വർണ്ണം കൊണ്ടാണ് സകല കുഴപ്പമുണ്ടാവുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം എവരുണ്ടാവും? യുധിഷ്ഠിരൻ പറഞ്ഞ വാചകം എന്താ? ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞ എന്താ? സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചപ്പോ മഹാഭാരതത്തിലുള്ള വായിക്ക്, സ്ത്രീകളെക്കാൾ പാപ്പിയായ വസ്തുവൊന്നില്ല നന്ദന, കത്തും തീയാണ് പെണ്ണുങ്ങൾ മയമായകളാം വിഭോ. കത്തും തീയാണ് പെണ്ണുങ്ങൾ അഭിപ്രായം. ചിലപ്പോ കത്തും, സരിത കത്തിച്ചു, ആകെ കത്തിച്ചു, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ സ്വാഭാവിക, ഒരു ഗവൺമെന്റിന്റെ വീട് പോയി. ചിലപ്പോ കത്തും, ചിലപ്പോ അടങ്ങും, ഇതൊക്കെ സ്വാഭാവിക. അതൊരു അഭിപ്രായം. അപ്പോഴും ഇസ്ലാം പറഞ്ഞ എന്താ? ഒരു പെണ്ണിനെ നീ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ അഫ്ളലുമാ യക്നിസുൽ മർഅ, കണ്ടോ? ഒരു പുരുഷൻ നേടുന്ന നിധിയിൽ വെച്ച് ഏറ്റവും നല്ല നിധി അൽ മർഅത്തു സ്വാലിഹ, സച്ചരിതയായ പെണ്ണാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ വ്യത്യാസം എന്ന് പഠിക്കുന്നത്? ഈ ശരീഅത്തിനെയാണോ നിങ്ങൾ എതിർക്കുന്നത്? നേരത്തെ ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന് ശരിക്ക് എന്താണ് നല്ലത്, എന്താണ് തീയതെന്ന് പഠിപ്പിക്കുന്ന സാധനമാണിത്. കൺസേണിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, റൈറ്റും റോങ്ങും ഏതാണ് എന്ന് പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ശരീഅത്ത്. അതാണ് ധാർമ്മികത, അതാണ് മോറൽ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. മദ്യപിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ പോലും ചൂഷണം ചെയ്യാൻ പാടില്ല. നമ്മുടെ ലോകത്ത് ഇത്ര നല്ലൊരു ഭരണഘടന ഇസ്ലാമിക ശരീഅത്ത് പോലെ മറ്റൊന്ന് കാണിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ശിക്ഷ കടുത്തത് കൊടുക്കുന്നു എന്നാണോ ശരീഅത്തിന്റെ കുഴപ്പം? നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒന്നിലധികം ജഡ്ജിമാർ പീഡന കേസ് വന്നപ്പോ പീഡനം നടത്തിയ ആളുകളെ കൊന്നുകളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദസ്വാമിയെ തൂക്കാൻ വിധിച്ചപ്പോ ചില ആളുകൾ എതിർത്തു, പിന്നെ വിട്ടപ്പോ ചില ആളുകൾ എതിർത്തു. ഗോവിന്ദസ്വാമിയുടെ വിഷയത്തിൽ തൂക്ക് കയറി കൊടുക്കണമെന്ന ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. അപ്പോൾ ഇസ്ലാമിലെ വ്യഭിചാര ശിക്ഷ ശരി തന്നെയാണ്. ആ രീതി നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമം എപ്പോഴും എക്കാലത്തേക്കും പ്രായോഗികമാണ്. എന്തേ അറബ് നാട്ടിൽ ഈ നിയമം നിലനിൽക്കുന്ന സ്ഥലത്ത് വലിയ സാമൂഹ്യ അസ്വാരസ്യമില്ലാത്തത്? എന്തേ വലിയ സാമൂഹ്യ തിന്മകൾ വരാത്തത്? ശരീഅത്ത് നിയമത്തിന്റെ കാർക്കശ്യം പോലെ തന്നെ അതിന്റെ പവിത്രത കൊണ്ടാണ്. മനുഷ്യന്റെ മനസ്സാണ് നന്നാവേണ്ടത്, നിയമം മാത്രമല്ല. ഇസ്ലാം ആദ്യം ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിനെ അതിന് പാകപ്പെടുത്തിയെടുക്കല. നിയമത്തെ അനുസരിക്കലാണ് പ്രശ്നം, നിയമം ഉണ്ടാകലല്ല. ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന ഇന്ത്യ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നത്? എത്ര നിയമമുണ്ട് ഇന്ത്യയിൽ? നമ്മുടെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഒരു അനുഭവം ഒരു പത്രം എഴുതിയിരുന്നല്ലോ. 4-5 വർഷം 2 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരാൾ പോക്കറ്റടി കേസിനായാലും ശിക്ഷിക്കപ്പെട്ടു. 3 കേസിലായാലും 4 വർഷത്തെ ശിക്ഷ ഒന്നായിട്ട് അനുഭവിക്കാൻ. 4-ാം വർഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ജയിൽ വാർഡിന്റെ കീശന്റെ പോക്കറ്റടിച്ച് പോകുന്നവൻ പത്രം എഴുതിയതാണ്. നിയമത്തിന്റെ കുഴപ്പമല്ല, അവൻ ചെയ്യേണ്ട പണി അവൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇസ്ലാം നിയമം കാർക്കശമാക്കിയല്ല ചെയ്യുന്നത്. ആദ്യം പടച്ചവനെ കുറിച്ചുള്ള ഒരു പേടി കൽബിലുണ്ടാക്കുക. നീ ഇത് ലംഘിച്ചാൽ നിനക്ക് ഇന്നത് വരുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ അടിച്ചേൽപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിലില്ല. ഫൈസൽ മാറിയത് റിയാദിൽ വെച്ചുകൊണ്ട് ദീന് കണ്ടുപഠിച്ചിട്ടാ. ഫൈസലിനോട് ആരും പറഞ്ഞില്ല മുസ്ലിമാകാൻ. ആ ഫൈസൽ സ്വന്തം ഇഷ്ടപ്രകാരം മുസ്ലിമായതാ. അവനെ കൊന്നതുകൊണ്ട് ഇസ്ലാം നശിക്കുമെന്ന് കരുതിയോ നിങ്ങള്? അവനെ കൊന്നതിന്റെ പേരിൽ അമ്മ വരെ മുസ്ലിമായി. ഇന്ന് ഞാൻ അവന്റെ അമ്മയെ കണ്ടു.
ഞങ്ങളൊരു സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി പോകുന്ന സമയത്ത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കണ്ട സെൻസേഷണൽ പ്രക്രിയകൾ മുഴുവൻ അവിടെ നടന്നിട്ട് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കൊടിഞ്ഞിയിൽ ഇങ്ങനെ ഒരു സുഹൃത്ത് മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ ഒരു മനുഷ്യനെ പോലും ദ്രോഹിക്കാത്ത, ഒരു പ്രശ്നത്തിൽ പോലും പെടാത്ത, ഒരു പെറ്റിക്കേസിൽ പോലും അംഗമല്ലാത്ത ആ മനുഷ്യനെ നടുറോട്ടിലിട്ട് പട്ടാപ്പകല് വെട്ടി നുറുക്കി കൊന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു പ്രതികരിക്കുന്ന രീതി അവിടുത്തെ മുസ്ലിങ്ങൾ സ്വീകരിച്ചോ? നിങ്ങൾ പറ. അവിടെയുള്ള അമുസ്ലിങ്ങൾക്ക് വല്ല ദ്രോഹം അവർ ചെയ്തോ? നിയമത്തിന്റെ ഭാഷയിൽ പ്രതികളെ പിടിക്കണമെന്ന് പറയുകയല്ലാതെ ഒരു അസ്വാരസ്യം മുസ്ലിങ്ങൾ ഉണ്ടാക്കില്ല. അതാ ഞങ്ങളെ നയം. ഇത് ഫഴബില്ലെത്തി ഹി ആക്ഷൻ. നല്ലതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് തടുക്കുക. നിയമം കൊണ്ട് അതിനെ തടുക്കാൻ മാത്രമേ മുസ്ലിങ്ങൾ വന്നുള്ളൂ. ഞങ്ങൾ ഫൈസലിന്റെ ഘാതകരെ തെരഞ്ഞെടുത്ത് ആക്രമിക്കാനല്ല പോയത്. ഫൈസൽ സ്വർഗത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരർത്ഥത്തിൽ അവന്റെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കാനും അവന്റെ ഭാര്യയ്ക്ക് സഹായം ചെയ്യുവാനും അവന്റെ വീട് സംബന്ധിച്ച് ആശ്വാസം പകരുവാനും സമുദായത്തിന്റെ കൂടെയുണ്ടെന്ന് അറിയിക്കാൻ ആ മഹല്ല് വരെ മുന്നോട്ട് വന്നു. 27 പള്ളിയിലെ അപ്പം അവകാശം പോലെ വാങ്ങിക്കുന്ന ഹിന്ദു സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അത് സൗഹൃദമാണ്, നിലനിൽക്കണം. വലിയുള്ളായി കുത്തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഉണ്ടാക്കിയ പള്ളിയാണ് കൊടിഞ്ഞിപ്പള്ളി. കുത്തുബുസ്സമാൻ കോന്തുനായരെ കാര്യസ്ഥനാക്കി വെച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധത്തിന്റെ ഉദാത്ത മാതൃക മലപ്പുറത്ത് തീർത്ത മഹാന. കളിയാട്ടക്കാവിലേക്ക് വാ. എന്നെ കേൾക്കുന്ന ഹിന്ദു സുഹൃത്തുക്കളിൽ ഇവിടെ തിരുമാന്താങ്ങുന്ന ദേവി കുടുംബത്തിലെ പെണ്ണിനെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോ പാതിരാക്ക് പോയിട്ട് മമ്പുറത്തെ തങ്ങളെ പടിവാതിക്കല മുട്ടി വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോയി ചോദിക്കുക അവിടുത്തെ കാരണന്മാരോട്. മുട്ടി വിളിച്ചപ്പോ തങ്ങൾ തുറന്നു നോക്കുമ്പോ ഒരു പെണ്ണ് ബാണ്ടക്കെട്ടും പേര് നിൽക്കുന്ന ഒരു പാവം യുവതിയായ പെൺകുട്ടി. എന്തേ? അവൾ പറഞ്ഞു, എന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി, എന്റെ കയ്യിൽ തെറ്റുപറ്റിയിട്ടാവാം. മമ്പുറത്ത് തങ്ങളെ കാൽക്കൽ വീണ് കരഞ്ഞ പെണ്ണിനോട് മമ്പുറത്ത് തങ്ങൾ ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്, ലക്ഷ്യമെന്താ? ആ പെണ്ണ് അവളെ ഭാഷയിൽ പറഞ്ഞു, എനിക്ക് ഇരിക്കക്കൂര വേണം. മൂന്നിയൂരിലെ പൗരപ്രധാനികളെ മമ്പുറത്ത് തങ്ങളെ രാഖിരാമാനം വിളിച്ചു വരുത്തിയിട്ട് തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരോട് തങ്ങൾ പറഞ്ഞു, ഇവൾക്ക് വീട് വെച്ചു കൊടുക്കും. സ്ഥലവും വീടും റെഡിയായി വീട് വെച്ച് പാർപ്പിച്ചു ആ പെണ്ണിനെ. ആ പെണ്ണ് മമ്പുറത്ത് വന്ന് തങ്ങളെ കണ്ടു വീണ്ടും, തങ്ങളെ, ഞാൻ ദേവി കുടുംബത്തിലെ അംഗമാണ്, എനിക്ക് ആചാര മുറപ്രകാരം ഉത്സവം നടത്തിയേ പറ്റൂ, നീ നടത്തിക്കോ. ആ പെണ്ണ് പറഞ്ഞു, തങ്ങൾ നിശ്ചയിക്കണം ഡേറ്റ്. തങ്ങൾ പറഞ്ഞു, ഏത് മാസത്തിലാണ് നടത്താറുള്ളത്? ഇടവം. എന്നാൽ നടത്തിക്കോ, ഇടവം 15-ന്. ഖൈറുൽ ഉമൂരി ഔസത്തുഹാ. അങ്ങനെ എനിക്കറിയില്ല. തങ്ങൾ പറഞ്ഞു ഇടവം 15. ഇടവം 15 വെച്ചു കൊടുത്തു. നിങ്ങൾ മലപ്പുറത്ത് വാ. ഇടവം 15 മമ്പുറത്തെ മക്കാമിന്റെ മുമ്പിൽ ഓലക്കുതിരയുണ്ടാക്കി അവരുടെ ആചാര അനുഷ്ഠാന പ്രകാരം ഒരു കളി കളിച്ചിട്ട് മമ്പുറത്തെ തമ്പുരാനെ കാക്കണമെന്ന് പറഞ്ഞൊരു കാണിക്ക് അവിടെ അർപ്പിച്ചിട്ട് പൊരുത്തം വാങ്ങിയിട്ട് അവർ കളിയാട്ടക്കാവിലേക്ക് പോകും. പിന്നെ ഒരാഴ്ച ഉത്സവമാണ്. പോയി കണ്ട് ചോദിച്ച് പഠിക്ക്, പറയ കുടുംബത്തിന്റെ ഉത്സവം. തന്നെ തേടി വന്ന ഹിന്ദു പെണ്ണിനോട് നീ മുസ്ലിമായി കൊന്നാ സംരക്ഷിക്കാമെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. നിന്റെ കുടുംബം പുറത്താക്കിയതിന് എന്റെ വാതിൽക്കൽ ആ മുട്ടുന്നതെന്ന് തങ്ങൾ ചോദിച്ചിട്ടില്ല. ആ മമ്പുറത്തെ തങ്ങൾ ഉണ്ടാക്കി വെച്ച പള്ളിയുടെ അന്നത്തെ ആചാരപ്രകാരം ഇന്നും അപ്പം സ്വീകരിക്കാൻ കൈനീട്ടി നിൽക്കുന്ന സൗഹൃദത്തിന്റെ പാരമ്പര്യമുള്ള അവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കളിൽ ജീവിച്ച മനുഷ്യർ, അവരെ പോലും വേദനിപ്പിച്ചുകൊണ്ട്, നാട്ടിലെ ആളുകളെ വേദനിപ്പിച്ചുകൊണ്ട് ഫൈസലിനെ വെട്ടിക്കൊന്നവർ പഠിക്കണം. ഫൈസൽ അച്ഛനോട് വന്ന് ചോദിച്ചിരുന്നു, ഞാൻ മുസ്ലിം ആവുകയാണ്. ആ ഫൈസലിന്റെ അച്ഛൻ അവനോട് പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ തെരഞ്ഞെടുത്തു, എനിക്ക് വിരോധമില്ല. ആ അച്ഛന്റെ മാന്യത പോലും ശത്രുക്കൾ കാണിച്ചില്ല. ഒരു ഫൈസലിനെ കൊന്നതുകൊണ്ട് ഇസ്ലാം നശിക്കുമോ? എത്ര ആളുകൾ അവന് സഹായസ്ഥവുമായി നീണ്ടു. ഫൈസലിന്റെ അനശ്വരമായ സ്വർഗത്തിലാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്. അള്ളാഹു ആ സുഹൃത്തിന്റെ ദറജ സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മരിച്ചു. ഇതൊരു സംഘർഷ ഭൂമിയാക്കരുത് നിങ്ങൾ. ഒരു വിശ്വാസിക്ക് അവനെ വിശ്വാസം തിരഞ്ഞെടുക്കാൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ പരസ്പരം തലതല്ലിക്കേറി മരിക്കേണ്ടവരല്ല. നമ്മൾ പരസ്പരം തമ്മിലടിക്കേണ്ടവരല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാഫി കോളേജിന്റെ പിരിവിന് വേണ്ടി പോയ അനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. വാഫി കോളേജിന്റെ അതിന്റെ ക്യാമ്പസ് കാളികാവിൽ ബാപ്പു ഹാജി നിർമ്മിക്കുന്ന വലിയൊരു ക്യാമ്പസ് വരാൻ പോകുന്നുണ്ട്. 15 ഏക്കർ സ്ഥലമാണ് ബഹുമാനപ്പെട്ടവർ കൊടുത്തത്. ആ മഹാനായ മനുഷ്യൻ അത് ദാനം ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അവിടെയാണ് അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ സെന്റർ വരുന്നത്, PG ക്യാമ്പസ്. ഖത്തറിൽ ഈ വിഷയം പറഞ്ഞു. അതിന്റെ സ്ട്രക്ചർ വിശദീകരിച്ച് ഒരു ക്ലാസ് റൂം നിർമ്മിക്കാൻ 8 ലക്ഷം രൂപ. ആ 8 ലക്ഷം രൂപ തന്നതിൽ ഒരാൾ ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ ചേളാരിക്കാരനാണ്, കാർപ്പന്ററാ. ഖത്തറിൽ വന്ന് കടുപ്പിടിപ്പിച്ച് അത്യാവശ്യം സൗകര്യമുള്ള ബിസിനസ്സായി. ബാലകൃഷ്ണൻ എന്തിനാ വാഫി കോളേജിന് ശരീഅത്ത് പഠിപ്പിക്കാൻ ബാലകൃഷ്ണൻ എന്തിനാ 8 ലക്ഷം രൂപ കൊടുത്തത്? മുഹമ്മദല്ലോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ പഠിക്കണം. ഈ ശരീഅത്ത് പഠിപ്പിക്കുന്ന കോളേജിന് 8 ലക്ഷം രൂപ സംഭാവന കൊടുത്ത ബാലകൃഷ്ണൻ മലപ്പുറം ജില്ലയിലാണ് ജീവിക്കുന്നത്. അയാൾ ഖത്തറില. ബാലകൃഷ്ണൻ എന്തിനു കൊടുത്തു? അത് സൗഹൃദമാണ് കൂട്ടരെ.
ആ സൗഹൃദം തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കൊലവിളിക്കാൻ അവസരമുണ്ടാക്കണോ? നിങ്ങൾ ഇരുന്ന് ചിന്തിക്ക്. ഈ മാനുഷിക ബന്ധങ്ങളെ തകർക്കാൻ നമ്മൾ മുന്നോട്ട് വരണോ? നിങ്ങൾ ആലോചിക്ക്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരിൽ സൗഹൃദമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ നാട് മുസ്ലിങ്ങൾ അറിയുന്നവരാണല്ലോ. ഒരു സൗഹൃദക്കുറവ് നമ്മൾ തമ്മിലില്ലല്ലോ. ഞാൻ ഓർക്കുന്നു, തൗഹീദിന്റെ പായ്ക്കപ്പൽ കടന്നു വന്നുകൊണ്ട് ജാഹിലിയ്യത്തിന്റെ ഓരത്ത് നങ്കൂരമിട്ട് കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ പള്ളി നിർമ്മിച്ചു കൊടുത്തത് കൊടുങ്ങല്ലൂർ തമ്പുരാനാണ്. ഹിന്ദു രാജാവിന്റെ പള്ളിയിലാണ് ഇസ്ലാം കേരളത്തിൽ ആരംഭിക്കുന്നത്. പഠിക്കണം നിങ്ങൾ. അതിന് മുമ്പ് ഇസ്ലാം കടന്നു വന്നിരുന്നുവെങ്കിൽ വ്യാപകമായ ഇസ്ലാം അപ്പടാ വരുന്നത്. മാലിക് ദീനാർ റളിയല്ലാഹു തആല സംഘം വന്നപ്പോഴാണ് കേരളത്തിൽ വ്യാപക ദീൻ പ്രചരണം നടന്നത്. ആ ദീൻ പ്രചരണത്തിന്റെ തുടക്കം ഒരു വലിയ പള്ളിയാ, ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ. അതൊരു ഹിന്ദു രാജാവ് വെച്ചുകൊടുത്തതാ. ഇവർ ചോദിച്ചത് സ്ഥലം മാത്രമാണ്. പള്ളിക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞു. രാജാവരുടെ ജീവിതവും പെരുമാറ്റവും ഒക്കെ കണ്ട് നല്ല മനുഷ്യരാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഇവർക്ക് പള്ളി കെട്ടിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചു. തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ തൊട്ടകലെ നല്ല മനോഹരമായ പള്ളി. അമ്പലത്തിന്റെ താഴികക്കുടവും പള്ളിയുടെ താഴികക്കുടവും ഒരുപോലെ. അമ്പലത്തിന് കുളമുണ്ട്, പള്ളിക്കും കുളമുണ്ട്. നിർമ്മിച്ചത് ഹിന്ദു സ്റ്റൈലിലാണ്. ആരാധന ദൈവത്തിനാണ്. ഹിന്ദു രാജാവ് നിർമ്മിച്ചു കൊടുത്ത പള്ളി. തിരുവനന്തപുരത്തെ തമ്പുരാട്ടി പോയിട്ട് KMCCയുടെ യോഗത്തിൽ പ്രസംഗിച്ചത് കേട്ടോ നിങ്ങള്? ഗൗരി ലക്ഷ്മിബായി പോയിട്ട് പ്രസംഗിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ള ചെയ്യാൻ വേണ്ടി കൊള്ളക്കാർ വന്നപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കൊള്ള സംഘത്തെ മുസ്ലിങ്ങളാണ് തിരിച്ചയച്ചത്. അവർക്ക് സ്വർണം കിട്ടിയാലേ പോകൂ എന്ന് പറഞ്ഞപ്പോ അമ്പലത്തിലെ സ്വർണം നിങ്ങൾ കവരരുത്, മുസ്ലിങ്ങൾ വീടുകളിൽ പിരിവ് നടത്തിക്കൊണ്ട് സ്വർണം കൊടുത്ത് കൊള്ളക്കാരെ പറഞ്ഞയച്ചു എന്ന് ദുബൈയിൽ പോയി KMCCയുടെ യോഗത്തിൽ പ്രസംഗിച്ചത് ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയ. പത്രത്തിൽ വാർത്ത വന്നു, നിങ്ങൾ ശ്രദ്ധിക്ക്. വലിയ വാർത്ത വരില്ല, സോഷ്യൽ മീഡിയ പോലും പറഞ്ഞത്. അത് കേട്ട ആളുകളെ ഞാൻ കണ്ടു. അവർ പറഞ്ഞ പ്രസംഗിച്ച പ്രസംഗമാണ്. നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ അവർ പറഞ്ഞു, ഹജ്ജാജിമാർ കടന്നു പോകുന്ന സമയത്ത് എന്തോ പ്രശ്നമുണ്ടായപ്പോ അമ്പലത്തിൽ നിന്നും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സംവിധാനമുണ്ടാക്കിയ കഥയും അവർ വിശദീകരിച്ചു. ഈ കൊള്ളലും കൊടുക്കലും മുസ്ലിം ഉമ്മത്തും അന്യ സമുദായം തമ്മിൽ എന്നോ തുടങ്ങിയതാ. മനുഷ്യത്വത്തിന്റെ കൊള്ളക്കൊടുക്കലുകൾ കൊണ്ട് ജീവിക്കുന്ന ഈ ഭൂമിയിൽ എന്തിനാണ് നമ്മൾ അപസ്വരത്തിന്റെ തീപ്പൊരി പാറിക്കുന്നത്? ഇന്ത്യയെ പുരോഗമിപ്പിക്കാൻ ഏകസ്വരക്കോട് വേണ്ടല്ലോ. ഓരോ മതസ്ഥനും അവനവന്റെ വിശ്വാസത്തിലും ആചാരത്തിലും അടിച്ചു ഊന്നി നിന്നുകൊണ്ട് അടിസ്ഥാന പ്രക്രിയ നിർവഹിച്ചാൽ പ്രശ്നം തീരും. നമ്മുടെ മലപ്പുറം ജില്ല സൗഹൃദത്തിലെ മണ്ണാണ്. പാലക്കാട് ജില്ലയും അങ്ങനെ തന്നെ, കേരളം പ്രത്യേകിച്ചും അങ്ങനെ തന്നെ. മറ്റു ജില്ലകളെ പോലും അങ്ങനെ ആക്കേണ്ടവരെ നമ്മൾ. നോർത്ത് ഇന്ത്യയിലെ കൊല്ലൽ സംസ്കാരവും നോർത്ത് ഇന്ത്യയിലെ പോളറൈസേഷനും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നമ്മൾ ഈ സമൂഹത്തിൽ മാന്യത, അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിക്കുന്നത്. അതാണ് പണ്ഡിത സഭയുടെ പ്രത്യേകത. ഈ പണ്ഡിതന്മാർ ശുഭ്രവസ്ത്രധാരികൾ ഈ കാര്യമേ ജനങ്ങളോട് പറയുന്നുള്ളൂ. ഇതാണ് സമത്വം. സമത്വം എന്ന് പറയുമ്പോൾ വേറെ ചിലർ നിങ്ങൾ കേൾക്കും, തെറ്റിദ്ധരിക്കണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യലാഭം മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഈ ഫാസിസത്തെ അതിശക്തമായി എതിർക്കുന്ന ഷാമി ശക്തിബോധിനി, അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് മാന്യമായി പറഞ്ഞൊരു യോഗത്തിൽ, അവരെ യോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഭാഷയിൽ വിമർശനം നടത്തി. ആ വിമർശനത്തെ ഇദ്ദേഹം തിരുത്തിച്ചു. അഖിലേന്ത്യാ അധ്യക്ഷൻ തിരുത്തിച്ചപ്പോൾ സ്വാമി മാന്യമായിട്ട് ഞാൻ ഇവിടെ തിരുത്തുന്നു, വേറെ സ്ഥലത്ത് ഇത് പറയാൻ എന്റെ നിഘണ്ടുവിൽ ഒന്നാമത്തെ വാക്കായിട്ട് ഇത് ഉണ്ടാവുന്നു. മുഖത്തടി കിട്ടിയ പോലെ തിരുത്തിയത് മാന്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. പിന്നെ സമത്വം സംഘടിപ്പിച്ച ശരീഅത്ത് അദ്ദേഹം മാന്യമായി പ്രസംഗിക്കുകയും ചെയ്തു. ഞങ്ങൾ പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ വേദനിച്ചയാള് സമത്വയുടെ മഹാനായ നേതാവ് കാലമ്പാടി മുഹമ്മദ് മുസ്ലിയാരെ അതിലുള്ള ഒരു പദം പ്രയോഗിച്ചുകൊണ്ട് അപമാനിച്ചപ്പോ തിരുത്താൻ ആ വേദിയിലുണ്ടായിരുന്നല്ലോ. തിരുത്തിച്ചില്ല. അവർക്ക് ഭൗതിക താല്പര്യം മാത്രമാണുള്ളത്. ആ ഭൗതിക താല്പര്യമാണ്. ഇന്നലെ ചാനൽ ചർച്ച വെറുതെ വിവേകമാക്കി ചില ആളുകള്. ഞാൻ ആ ചാനൽ ചർച്ചയിൽ പറഞ്ഞു, സുന്നി ഐക്യം വരുന്നുവെങ്കിൽ 100% സ്വാഗതമാണ്. നമ്മൾ ഒരിക്കലും അതിനെതിരല്ല. പക്ഷേ മുമ്പത്തെ അവിടെ ചില നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവർ ഈ ഇഷ്യൂ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല, അത് യോജിക്കാനുണ്ടാവില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ നമ്മളത് മോശമായി ചിത്രീകരിച്ചെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എന്തുമായിക്കോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്കറിയാം. മഹാനായ ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ നമുക്ക് പഠിപ്പിച്ചൊന്നൊരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സമത്വ സത്യത്തിന്റെ മതമാണ്. അത് സത്യസന്ധതയുടെ മാർഗമാണ്. ശരീഅത്തിൽ ഒരിക്കലും കളവില്ല. നേരത്തെ പ്രവാചക കേശം വെച്ച് മുടി നിർത്തുകയും ഇപ്പൊ കേശം കാണാതാവുകയും ചെയ്യുന്നത് ഇസ്ലാമിലുള്ള ഏർപ്പാടല്ല. അതൊരുപോലെ ചെയ്യണം. ഇസ്ലാമിക ശരീഅത്തിന്റെ മാനദണ്ഡം പാലിക്കുന്നുവെങ്കിൽ സത്യസന്ധത പാലിക്കണം. ഉള്ളതുപോലെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നത് പറയണം. അത് പറയാത്തവർ സുന്നി എന്ന് പേരിട്ടാലും ശരി, ശരീഅത്തിന്റെ മാനദണ്ഡം നമ്മുടെ സമൂഹത്തിൽ ഏതാണ് ഗുണം ഏതാണ് ദോഷമെന്ന് മനസ്സിലാക്കി തരുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരു ബോധവൽക്കരണത്തിന് വേദി ഉണ്ടാക്കിയ പ്രിയപ്പെട്ട SKSF കർമ്മഭടന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹാരാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് യാതൊരു അസ്വാരസ്യവുമില്ലാതെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകാൻ തൗഫീക്ക് തരുമാറാവട്ടെ. ഇസ്ലാമിക ശരീഅത്തിനെ മറ്റുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ, വൈരത്തോടുകൂടിയല്ലാതെ സ്നേഹത്തോടുകൂടി ഇസ്ലാമിക ശരീഅത്തിനെ ബോധിപ്പിക്കാൻ പടച്ച റബ്ബ് നമുക്ക് കരുത്തു തരുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ